അതെ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഓം ഓം ഓം. ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. ശ്രീരാമ എന്നുള്ള അവര് വായനക്കാര് വായിക്കല്ലേ തുടക്കം? അതെ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാ ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. രാവണന്റെ ഹോമവിഘ്നം. ശുക്രനെ ചെന്നു നമസ്കരിച്ചെത്രയും ശുഷ്കവദനായി നിന്നു ചൊല്ലിടിനാൻ. അർക്കാത്മജാതിയാം അർക്കടവീരരും അർക്കാന്വയോത്ഭൂതനാകിയ രാമനും ഒക്കെ ഒരുമിച്ചു വാരിധിയും കടന്നിക്കരെ വന്നു ലങ്കാപുരം പ്രാപിച്ചു. ശക്രാരി മുഖ്യ നിശാചരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ ഏകാകിയായതു. ദുഃഖവും ഉൾക്കൊണ്ടിരിക്കുമാറായതു സൽഗുരോ ഞാൻ തവ ശിഷ്യനല്ലോ വിഭോ. വിജ്ഞാനിയാകിയ രാവണനാലിതി വിജ്ഞാപിതനായ ശുക്രമഹാമുനി രാവണനോടുപദേശിച്ചിതെങ്കിൽ നീ ദേവതമാരെ പ്രസാദം വരുത്തുക. ശീഘ്രമൊരു ഗുഹയും തീർത്തു ശത്രുക്കൾ തോൽക്കും പ്രകാരമതിരഹസ്യ സ്ഥലേ ചെന്നിരുന്നാശു നീ ഹോമം തുടങ്ങുക. വന്നുകൂടും ജയമെന്നാൽ നിനക്കെടോ, വിഘ്നം വരാതെ കഴിഞ്ഞുകൂടുന്നാകിൽ അഗ്നികുണ്ഠത്തിങ്കൽ നിന്നു പുറപ്പെടും ബാണതൂണീര ചാപാശ്വരധാദികൾ. വാനവരാലും അജയ്യനാം പിന്നെ നീ മന്ത്രം ഗ്രഹിച്ചുകൊൾകെന്നോടു സാദരമന്തരമെന്നിയേ ഹോമം കഴിക്ക നീ.
ശുക്രമുനിയോടു മൂലമന്ത്രം കേട്ടു രക്ഷോഗണാധിപനാകിയ രാവണൻ പന്നകലോക സമാനമായി തീർത്തിതു തന്നുടെ മന്ദിരം തന്നിൽ ഗുഹാതലം. ദിവ്യമാം ഗവ്യഹവ്യാദി ഹോമായ സദ്രവ്യങ്ങൾ തത്ര സമ്പാദിച്ചു കൊണ്ടവൻ ലങ്കാപുരദ്വാരമൊക്കെ ബന്ധിച്ചതിൽ ശങ്കാവിഹീനമകം പുക്കുശുദ്ധനായി ധ്യാനമുറപ്പിച്ചു തൽഫലം പ്രാർത്ഥിച്ചു മൗനവും ദീക്ഷിച്ചു ഹോമം തുടങ്ങിനാൻ. വ്യോമമാർഗത്തോളമുത്ഥിതമായൊരു ഹോമധൂപം കണ്ടു രാവണ സോദരൻ രാമചന്ദ്രനു കാട്ടിക്കൊടുത്തിടിനാൻ. ഹോമം തുടങ്ങി ദശാനനൻ മന്നവാ, ഹോമം കഴിഞ്ഞു കൂടിയിടുകിലെന്നുമേ നാം അവനോടു തോറ്റിടും മഹാരണേ. ഹോമം മുടക്കുവാനായി അയച്ചിടുക സാമോദമാശു കപികുല വീരരെ. ശ്രീരാമ സുഗ്രീവ ശാസനം കൈക്കൊണ്ടു മാരുതപുത്രാംഗദാദികളൊക്കവേ 100 കോടി പടയോടും മഹാമതിലേറി കടന്നങ്ങു രാവണ മന്ദിരം പുക്കു. പുരപാലകന്മാരെയും കൊന്നു മർക്കട വീരരൊരുമിച്ചനാകുലം. വാരണവാജി രഥങ്ങളെയും പൊടിച്ചാരാഞ്ഞു തത്ര ദശാസ്യ ഹോമസ്ഥലം. വ്യാജാൽ സരമ നിജകര സംജ്ഞയാ സൂചിച്ചിതു ദശഗ്രീവ ഹോമസ്ഥലം. ഹോമഗുഹദ്വാര ബന്ധന പാഷാണമാമയഹീനം പൊടിപെടുത്തങ്കദൻ. തത്ര ഗുഹയിലകം പുക്ക നേരത്തു നക്തഞ്ചരേന്ദ്രനെ കാണായിതന്തികെ. മറ്റുള്ളവർകളും അംഗദാനുജ്ഞയാ തെറ്റെന്നു ചെന്നു ഗുഹയിലിറങ്ങിനാർ. കണ്ണൂമടച്ചു ധ്യാനിച്ചിരിക്കും ആ പുണ്യജനാധിപനെ കണ്ടു വാനരർ താഠിച്ചു ഭൃത്യജനങ്ങളെ പീഡിച്ചു കൊള്ളുകയും സംഭാര സഞ്ചയം. കുണ്ഠത്തിലൊക്കെ ഒരിക്കലേ ഹോമിച്ചു ഖണ്ഡിച്ചിതു ലഘുമേഖലാജാലവും. രാവണൻ കയ്യിലിരുന്ന മഹൽ സ്രുവം പാവനി ശീഘ്രം പിടിച്ചു പറിച്ചുടൻ. താഠനം ചെയ്താനതുകൊണ്ടു സത്വരം ക്രീഡയാ വാനര ശ്രേഷ്ഠൻ മഹാബലൻ. ദന്തങ്ങൾ കൊണ്ടും നഖങ്ങൾ കൊണ്ടും ദശകന്ധര വിഗ്രഹം കീറിനാനേറ്റവും. ധ്യാനത്തിനേതും ഇളക്കമുണ്ടായില്ല മാനസേ രാവണനും ജയകാംക്ഷയാ. മണ്ഡോദരിയെ പിടിച്ചു വലിച്ചു തൻ മണ്ഡനമെല്ലാം നുറുക്കിയിട്ടിടിനാൻ. വിസ്രസ്തനീവിയായി കഞ്ചുകഹീനയായി വിത്രസ്തയായി വിലാപം തുടങ്ങിയിടിനാൾ. വാനരന്മാരുടെ തല്ലുകൊണ്ടിടുവാൻ ഞാൻ എന്തു ദുഷ്കൃതം ചെയ്തതു ദൈവമേ. നാണം നിനക്കില്ലയോ രാക്ഷസേശ്വര, മാനം ഭവാനോളമില്ല മറ്റാർക്കുമേ. നിന്നുടെ മുമ്പിലിട്ടാശു കപീവരരെന്നെ തലമുടി ചുറ്റിപ്പിടിവെട്ടു. പാരിലിഴയ്ക്കുന്നതും കണ്ടിരിപ്പതു പോരെ പരിഭവമോർക്കിൽ ജളമതേ. എന്തിനായി കൊണ്ടു നിൻ ധ്യാനവും ഹോമവും അന്തർഗതമിനി എന്തൊന്നു ദുർമതേ. ജീവിതാശാതേ ബലീയസി മാനസേ, ഹാ വിധി വൈഭവമെത്രയും അത്ഭുതം. അർത്ഥം പുരുഷനു ഭാര്യയല്ലോ ഭുവി, ശത്രുക്കൾ വന്നവളെ പിടിച്ചെത്രയും ബദ്ധപ്പെടുത്തുന്നതും കണ്ടിരിക്കയിൽ മൃത്യു ഭവിക്കുന്നതുത്തമമേവനും. നാണവും പത്നിയും വേണ്ടിയിലിവനും തൻ പ്രാണഭയം കൊണ്ടു മൂഢൻ മഹാഖലൻ. ഭാര്യാവിലാപങ്ങൾ കേട്ടു ദശാനനൻ ധൈര്യമകന്നു തൻ വാളുമായി സത്വരം. അംഗദൻ തന്നോടടുത്താനതു കണ്ടു തുംഗശരീരികളായ കപികളും. രാത്രിഞ്ചരേശ്വര പത്നിയെയും അയച്ചാർത്തു വിളിച്ചു പുറത്തു പോന്നിടിനാൾ. ഹോമമശേഷം മുടക്കി വയമെന്നു രാമാന്തികെ ചെന്നു കൈതൊഴുതിടിനാൾ. മണ്ഡോദരിയോടനുസരിച്ചന്നേരം പണ്ഡിതനായ ദശാസ്യനും ചൊല്ലിനാൻ. നാഥേ, ധരിക്ക ദൈവാധീനമൊക്കെയും ജാതനായാൽ മരിക്കുന്നതിൻ മുന്നമേ.
കൽപ്പിച്ചതെല്ലാം അനുഭവിച്ചിടണം ഇപ്പോൾ അനുഭവം ഇത്തരം മാമകം. ജ്ഞാനമാശ്രിത്യ ശോകം കളഞ്ഞിടു നീ, ജ്ഞാനവിനാശനം ശോകമറിക നീ. അജ്ഞാന സംഭവം ശോകമാകുന്നതും അജ്ഞാനജാതമഹങ്കാരമായതും നശ്വരമായ ശരീരാദികളിലെ വിശ്വാസവും പുനരജ്ഞാന സംഭവം. ദേഹമൂലം പുത്രധാരാദിബന്ധവും ദേഹിക്കു സംസാരവും അതു കാരണം. ശോകഭയക്രോധ ലോഭമോഹ സ്പൃഹ്യ രാഗഹർഷാദീ ജരാമൃത്യുജന്മങ്ങൾ. അജ്ഞാനജങ്ങൾ അഖില ജന്തുക്കൾക്കുള്ള ജ്ഞാനമെല്ലാം അകലെ കളക നീ. ജ്ഞാനസ്വരൂപാത്മനാ പരനദ്വയനാനന്ദപൂർണസ്വരൂപനലേപകൻ. ഒന്നിനോടില്ല സംയോഗം അതിന്നു മറ്റൊന്നിനോടില്ല വിയോഗമൊരിക്കലും. ആത്മാനമിങ്ങനെ കണ്ടു തെളിഞ്ഞുടൻ ആത്മനീ ശോകം കളക നീ വല്ലഭേ. ഞാനിനി ശ്രീരാമലക്ഷ്മണന്മാരെയും വാനരന്മാരെയും കൊന്നു വന്നിടുവൻ. അല്ലായെങ്കിലോ രാമസായകമേറ്റു കൈവല്യവും പ്രാപിപ്പനില്ലൊരു സംശയം. എന്നെ രാമൻ കൊല ചെയ്യുകിൽ സീതയെ കൊന്നുകളഞ്ഞുടൻ എന്നോടുകൂടവേ പാവകൻ തങ്കൽ പതിച്ചു മരിക്ക നീ. ഭാവനയോടുമെന്നാൽ ഗതിയും വരും. വ്യഗ്രിച്ചതു കേട്ടു മണ്ഡോദരിയും ദശഗ്രീവനോടിത്തം പറഞ്ഞാളതു നേരം. രാഘവനെ ജയിപ്പാനരുതാർക്കുമേ ലോകത്രയത്തിങ്കലെന്നു ധരിക്ക നീ. സാക്ഷാൽ പ്രധാന പുരുഷോത്തമനായ മോക്ഷദൻ നാരായണൻ രാമനായതും ദേവൻ മകരാവതാരമനുഷ്ഠിച്ചു വൈവസ്വത മനു തന്നെ രക്ഷിച്ചതും. രാജീവലോചനൻ മുന്നം 1,00,000 യോജന വിസ്തൃതമായൊരു കൂർമ്മമായി ക്ഷീരസമുദ്രമഥനകാലേ പുരാ ഘോരമാം മന്ദരം പൃഷ്ഠേ ധരിച്ചതും. പന്നിയായി മുന്നം ഹിരണ്യാക്ഷനെ കൊന്നു മണ്ണിടം തേറ്റമേൽ വച്ചു പൊങ്ങിച്ചതും. ഘോരനായൊരു ഹിരണ്യകശിപുതൻ മാറിടം കൈനഖം കൊണ്ടു പിളർന്നതും. 3 അടി മണ്ണു ബലിയോടു യാചിച്ചു മൂലോകവും 3 അടിയായി അളന്നതും. ക്ഷത്രിയരായി പിറന്നോരസുരന്മാരെ യുദ്ധേ വധിപ്പതിനായി ജമദഗ്നിതൻ പുത്രനായി രാമനാമത്തെ ധരിച്ചതും. പൃഥ്വീപതിയായ രാമനിവൻ തന്നെ. മാർത്താണ്ഡവംശേ ദശരഥപുത്രനായി ധാത്രീ സുധാവരനാകിയ രാഘവൻ നിന്നെ വധിപ്പാൻ മനുഷ്യനായി ഭൂതലേ വന്നു പിറന്നതുമെന്നു ധരിക്ക നീ. പുത്രവിനാശം വരുത്തുവാനും തവ മൃത്യു ഭവിപ്പാനുമായി നീ അവനുടെ വല്ലഭയെ കട്ടുകൊണ്ടു പോന്നു വൃഥാ നിർലജ്ജനാകയാൽ മൂഢജലപ്രഭോ. വൈദേഹിയെ കൊടുത്തിടുക രാമനു സോദരനായി കൊണ്ടു രാജ്യവും നൽകുക. രാമൻ കരുണാകരൻ പുനരെത്രയും നാമിനി കാനനം വാഴ്ക തപസ്സിനായി. മണ്ഡോദരി വാക്കു കേട്ടൊരു രാവണൻ ചണ്ഡപരാക്രമൻ ചൊന്നാനതു നേരം. പുത്രമിത്രാമാത്യ സോദരന്മാരെയും മൃത്യു വരുത്തി ഞാനേകനായി കാനനെ ജീവിച്ചിരിക്കുന്നതും ഭംഗിയല്ലെടോ. ഭാവിച്ച വണ്ണം ഭവിക്കയില്ലൊന്നുമേ. രാഘവൻ തന്നോടെതിർത്തു യുദ്ധം ചെയ്തു വൈകുണ്ഠരാജ്യം അനുഭവിച്ചിടുവൻ. ജാനകീകാന്ത സ്മരണേ. ജയ ജയ രാമ രാമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമ. രാമരാവണ യുദ്ധം. യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ലങ്കാധിപന്നു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരുമൊന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ.
വാരിധി പോലെ പറന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും. ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ, നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാനിവരോടു പോർ ചെയ്തൊടുക്കിടുവാൻ ആനന്ദമുൾക്കൊണ്ടു കണ്ടുകൊള്ളുക വരും എന്നരുൾ ചെയ്തു നിശാചര സേനയിൽ ചെന്നു ചാടിടിനാൻ ഏകനാമീശ്വരൻ. ശാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റതിങ് അത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞിതു സംഗ്രാമഭൂമിയും എന്തൊരു വൈഭവമന്നേരം. എന്നോടു തന്നെ പൊരുന്നിതു രാഘവൻ എന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെ യാതുധാനാവലിയോടു രഘുത്തമൻ അസ്ത്രം വർഷിച്ച നേരമാർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസരരാത്രി നിശാചര വാനരമേദിനി വാരിധി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതു മേതുരന്മാരായ രാക്ഷസവീരരും. ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീഥിനിയും പിശാചങ്ങളും നായും നരിയും കഴുകുകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതൻ നിനാദവും വ്യോമമാർഗേ തുടരെ തുടരെ കേട്ടു ദേവഗന്ധർവ യക്ഷാപ്സരോ വൃന്ദവും. ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാരാകാശചാരികളാനന്ദപൂർവകം. 12 നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണീരിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായിതന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവനം നേരം. മർക്കടനായകന്മാരോടരുൾ ചെയ്തിരിക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ. നാരായണനും പരമേശനും ഒഴിഞ്ഞാരുമുല്ലൻ കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവനതു നേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താത സഹോദര നന്ദന വല്ലഭ നാഥ നമുക്കവലംബനമാരയ്യൂ. വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണമാപത്തി തൊക്കവേ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം. ശൂർപ്പണഖയ്ക്കെന്തു കുറ്റം അതിൽ പരം പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാനൊരു മൂഢൻ മഹാപാപി രാവണൻ. അർദ്ധപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യുവരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരം വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരിധിയിൽ ചിറകെട്ടി കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയുമുണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ. സിദ്ധമല്ലാകിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായ അന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരുമവൻ. നീചനിവൻ കുലമൊക്കെ മുടിപ്പതിനാചരിച്ചാനിതു തൻ മരണത്തിനും. നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള അമാത്യജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടു താൻ വല്ലായ്മ ചെയ്തതുമെല്ലാം മറന്നിതു.
ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാൻ ഏറ്റവും നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കഷ്ണലൻ. അർത്ഥമന്യായേന നിത്യമാർജിക്കയും മിത്രജനത്തെ വെറുത്തു ചമയ്ക്കയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെയടക്കയും പാരം ഗുരുജനദോഷവുമുണ്ടിവനാരെയുമില്ല കൃപയുമൊരിക്കലും. മഹാഭാവി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തം പരസ്ത്രീജനത്തിൻ വിലാപങ്ങൾ നത്തൻ ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകെങ്കിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തോടെ പുറപ്പെട്ടു ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാരേറ്റവും. ദുർനിമിത്തങ്ങളുണ്ടായ അനാദരിച്ചുന്നതനായ നിശാചരനായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയേ വാനരവീരരും രാക്ഷസരോട് എതിർത്താരതു കണ്ടേറ്റ മൂക്കോടടുത്തു നിശാചരവീരരും സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാരതു നേരം വാഹനമാക്കിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നതു കണ്ടു വിരൂപവിലോചനൻ ചെന്നിതു വാളും പരിചയും കൈക്കൊണ്ടു കുന്നുകൊണ്ടെന്നെറിഞ്ഞാൻ കപിരാജനും നന്നായിതെന്നു വിരൂപാക്ഷനും അഥ വെട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കരരാജനും നെറ്റിമേലൊന്നടിച്ചാനതു കൊണ്ടവൻ തെറ്റെന്നു കാലപുരം പുക്കുമീവിനാൻ തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവനവനെയും മൃത്യുപുരത്തിനയച്ചതു കണ്ടതിക്രുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും അംഗദൻ കൊന്നാനവനെയും അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും പോർമതത്തോടുമടുത്തു കവികളെ താമസാസ്ത്രം കൊണ്ടു വീട്ടിനാനൂഴിയിൽ രാമനും ഐന്ദ്രാസ്ത്രമേതു തടുത്തിതു താമസാസ്ത്രത്തെയും അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമെയ്താനതു വന്നളവാതുരന്മാരായിതാശു കവികളും വാരണസൂകുര കുക്കുട ക്രോഷ്ടുക സാരമയോരക സൈരിഭ വായസ വാനര സിംഹരുരു മൃഗകാക ഗൃധ്രാനനമായി വരുമാസുരാസ്താത്മകം മുൽഗര പട്ടസ ശക്തി പരശ്വത ഖഡ്ഗ ശൂലപ്രാസ ബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നതു കണ്ടളവാഗ്നേയ വസ്ത്രമെയ്താൻ മനുവീരനും ചെങ്കനൽ കൊള്ളികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യൻ അഗ്നിയെന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞളവാസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തൊരു ദിവ്യാസ്ത്രമ നെയ്തൽപൈതരായുധം കാണായി തന്തികെ ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചതിനെയും ശാന്തമാക്കിയിടിനാൻ മാനവവീരനും സൗര്യാസ്ത്രമെയ്താൻ ദശാനനന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരം ആഖണ്ഡല വൈരിയും ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടേതു മർമ്മങ്ങൾ ഭേദിച്ചളവ് ഉത്തമ പൂരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താനതു കൊണ്ടുടൽ കീറി മുറിഞ്ഞിരു നക്തഞ്ചതേന്ദ്രനും ലക്ഷ്മണൻ 7 ശരങ്ങളാൽ ഉക്കോടു തൽക്ഷണേന കേതു ഖണ്ഡിച്ചു വീട്ടിയിടിനാൻ 5 ശരമേതു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും അശ്വങ്ങളെ ഗദ കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനനൻ ഭൂതലേ ചാടി വീണാശു വേൽ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു ബാണങ്ങൾ 3 കൊണ്ടെയ്തു മുറിച്ചിതു വീണിതു 3 നുറുങ്ങി മഹൈതലേ
അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയം കൊടുത്തോരുവേൽ കൈക്കൊണ്ടു ചാട്ടുവാനൊങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപ്പൊക്കു ബാണങ്ങളെയ്തിതു. നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ ലക്ഷ്മണൻ തന്നോടു, നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെത്തതാ രക്ഷിക്കിൽ നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നതു കണ്ടാലും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ ഖണ്ഡിക്ക വേലിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ. ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതഞ്ഞുടൻ വിത്രസ്തനായി തത്ര വീണു കുമാരനും. വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി. ശക്തി പറിപ്പതിനാർക്കും കവികൾക്കു ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ. തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടനുൾ കോപമോടു മുറിച്ചെറിഞ്ഞിടിനാൻ. മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാദരാൽ ലക്ഷ്മണൻ തന്നുടെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചു കൊൾവിൻ വിഷാദിക്കരുതേതും. ദുഃഖസമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ. കല്യാണമുൾക്കൊണ്ടു കണ്ടുകൊൾവിൻ നിങ്ങളെല്ലാവരും ഇന്നു മൽക്കര കൗശലം. ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരിധിയിൽ ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലമിപ്പോൾ അഭിമുഖനായിതു. രാവണനും ബദ രാഘവനും കൂടി മേവുക ഭൂമിയിൽ എന്നുള്ളതില്ലിനി രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിൽ ഞാൻ. സപ്തദ്വീപങ്ങളും സപ്താംബുധികളും സപ്താചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും പരിച്ചു ഞാൻ. ആയോധനെ ദശകണ്ഠനെ കൊൽവനൊരായുധപാണി എന്നാകിൽ നിസ്സംശയം. ദേവാസുരോരകാരണ താപസരേവരും കണ്ടറിയണം മമ ബലം. യുദ്ധമരുൾ ചെയ്തു നക്തഞ്ചരേന്ദ്രനോടസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശനും ഉത്സാഹമുൾക്കൊണ്ടു തൂക്കി തുടങ്ങിനാൻ. രാഘവ രാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാറി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാനൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിലാധി മുഴുത്തു രഘുകുല നായകൻ. താരേയ താതനോടേവമരുൾ ചെയ്തു, ധീരതയില്ല യുദ്ധത്തിനേതും മമ. ഭൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനി ഭ്രാതാവു തന്നോടു കൂടെ മരിപ്പതും. വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കെൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്ക് ഇഹ നിൽപ്പാനുമേതു മരുതു മനസ്സിനും. വിഭ്രമമേറി വരുന്നിതു മേൽക്കുമേൽ ദുഷ്ടനെ കൊൽവാനുപായവും കണ്ടീല. നഷ്ടമായി വന്നിതു മാനവും മാനസേ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലാത്ത തീർന്നിപ്പോളുണരും അവരജൻ എന്നുണർത്തിച്ചനിലാത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. മുന്നെ കണക്കേ വിശല്യകരണിയാകുന്ന മരുൺ നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാലസ്യവും തീർന്നു.
തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധശൈലം കപിവരൻ മുന്നമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ. തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമൻ. നിന്നുടെ പാരവശ്യം കാൺക, കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടുര ചെയ്തു കുമാരനും. ഒന്നു തിരുമനസ്സിങ്കലുണ്ടാകണം. സത്യം തപോധനന്മാരോടു ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകനാമിവനെ കൊന്നു പാലിച്ചു കൊള്ളുക ജഗത്രയം വൈകാതെ. ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘുത്തമൻ. രക്ഷോവരനോടെതിർത്താനതിദ്രുതം. തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോടെതിർത്തിടിനാൻ. പാരിൽ നിന്നിക്ഷ്വാകുവംശതിലകനും തേരിൽ നിന്നാശരവംശതിലകനും പോരതി ഘോരമായി ചെയ്തൊരു നേരത്തു പാരമിളപ്പം രഘൂത്തമനുണ്ടെന്നു നാരദനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ, മമസ്യന്തനം കൊണ്ട കൊടുക്ക നീ വൈകാതെ. ശ്രീരാഘവന്നു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്ക മടിയാതെ. മാതലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിഴിഞ്ഞു ചൊല്ലിടിനാൻ. രാവണനോടു സമരത്തിനിന്നു ഞാൻ ദേവേന്ദ്ര ശാസനയാ വിടകൊണ്ടിതു. തേരതിലാശു കരേറുക പോരിനായി മാരുത തുല്യവേഗേന നടത്തുവൻ എന്നതു കേട്ടു രഥത്തെയും ബന്ധിച്ചു മന്നവൻ തേരിലാം മാറു കരേറിനാൻ. തന്നോടു തുല്യനായി രാഘവനെ കണ്ടു വിണ്ണിലാം മാറുന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂക്കിടിനാൻ. രാമനും ഗാന്ധർവമസ്ത്രമെയ്തിടിനാൻ. രാക്ഷസമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായെത്രയും ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡമസ്ത്രമെയ്തു രഘുനാഥനും. മാതലിമേലും ദശാനനൻ ബാണങ്ങളെയ്തു കൊടിയും മുറിച്ചു കളഞ്ഞതു. വാജികൾക്കും ശരമേറ്റു പുനരാജിയും ഘോരമായി വന്നു. രഘുവരൻ കൈകാൽ തളർന്നു തേർത്തട്ടിൽ നിൽക്കും വിധൗ കൈകസീ നന്ദനനായ വിഭീഷണൻ ശോകാതിരേകം കലർന്നു നിന്നിടിനാൻ. ലോകരുമേറ്റം വിഷാദം കലർന്നിതും കാലപുരത്തിനയപ്പേനിനിയെന്നു ശൂലം പ്രയോഗിച്ചിതാശരാധീശനും. അസ്ത്രങ്ങൾ കൊണ്ടു തടപുറഞ്ഞുർത്തുടൻ വൃത്രാരി തന്നുടെ തേരിലിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും. നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിലൊഴിച്ചു നിർത്തിയിടിനാനേരം. ആലസ്യമൊട്ടകന്നോരു നേരം തത്ര പൗലസ്ത്യനും സൂതനോടു ചൊല്ലിടിനാൻ. എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധമായി ഞാൻ അത്ര ദുർബലനാകയോ. കൂടലരോടെതിർത്താൽ ഞാനൊരുത്തനോട് ഓടിയൊളിച്ചവാർ എന്നു കണ്ടു ഭവാൻ. നീയല്ല സൂതനെനിക്കിനു രാമനു നീ അതിബാന്ധവനെന്നറിഞ്ഞേനഹം. ഇത്തം നിശാചരാധീശൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ല മൽസ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരമാമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റ മകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ടു ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കണമെന്നു കൽപ്പിച്ചത്രേ. സാരഥി താനറിയണം മഹാരഥന്മാരുടെ സാധവും വാജികൾ സാധവും.
വൈരികൾക്കുള്ള ജയകാലവും പോരിൽ നിന്നോന്നത ദേശവിശേഷവും എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭു. എന്നതു കേട്ടു തെളിഞ്ഞഥ രാവണനൊന്നു പുണർന്നൊരു കൈവളയും കൊടുത്തിന്നിനി തേരെടുത്താശു കൂട്ടിയിടുക. പിന്നോക്കമില്ലിനിയൊന്നു കൊണ്ടുമെടൂ. ഇന്നൊടു നാളെയോടു ഒന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിക നീ. സൂരനും തേരതിവേഗേന പൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും. തങ്ങളിലേറ്റമണഞ്ഞു പൊരുതളവങ്ങുമെങ്ങും നിറയുന്നു ശരങ്ങളാൽ. ഇനി ഫലശ്രുതിയല്ലേ വായിക്കേണ്ടത്? അതെ. അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്മവം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യന ജന്മനാ മുക്തിസിദ്ധിക്കും അതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യ വൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം. ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ. അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കുമാര്യജനങ്ങളാൽ സമ്മതം വിദ്യാഭിലാഷി മഹാബുധനായി വരും. വന്ധ്യാ യുവതി കേട്ടിടുകിൽ നല്ലൊരു സന്തതിയുണ്ടാം അവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവർ മുക്തനായി വന്നിടുമർത്ഥി കേട്ടിടുകിൽ അർത്ഥവാനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും അതിദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരും അവൻ. ഭീതനിതു കേൾക്കിൽ നിർഭയനായി വരും. വ്യാധിതൻ കേൾക്കിൽ അനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായുടനുണ്ടാകുമാദികളെല്ലാം അകന്നുപോം നിർണയം. ദേവപിതൃഗണ താപസമുഖ്യന്മാരെ വരുമേറ്റം പ്രസാദിക്കുമത്യരം. കൽമഷമെല്ലാം അകലും അതേയല്ല ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചിതാദരാൽ നിത്യവും ശുദ്ധബുദ്ധ്യാ ഗുരുഭക്തി പൂണ്ടധ്യയനം ചെയ്കിലും മുതാ കേൾക്കിലും സിദ്ധിക്കുമെല്ലാം അഭീഷ്ടമെന്നിങ്ങനെ ബദ്ധമോദം പരമാർത്ഥമിതൊക്കവേ. ഭക്ത്യാ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ജാനകികാന്തസ്മരണി. ജയ ജയ രാമ രാമ. ഇതം പാപജ്ഞം പുണ്യം വേദൈശ്ച സംമിതം യപ്പഠേത് രാമചരിതം സർവപാപൈ പ്രമുച്യതേ. ശത്രുച്ഛേദൈകമന്ത്രം സരസമുപനിഷത് വാക്യസംഭൂജ്യമന്ത്രം സംസാരോത്തരമന്ത്രം സമുചിത സമയേ സംഗനിര്യാണമന്ത്രം സർവൈശ്വര്യൈകമന്ത്രം വ്യസനഭുജഗസന്തഷ്ടസന്ത്രാണ മന്ത്രം ജിഹ്വേ ശ്രീരാമമന്ത്രം ജപ ജപ സതതം ജന്മസാഫല്യമന്ത്രം. ബാലാർക്കായുധ തേജസം ത്രിഭുവന പ്രക്ഷോഭകം സുന്ദരം
സുഗ്രീവാദി സമസ്തവാനരഗണൈ സംസേവ്യ പാദാംബുജം നാദേനൈവ സമസ്തരാക്ഷസഗണാൻ സന്ത്രാസയന്തം പ്രഭും ശ്രീമദ് രാമപദാംബുജസ്മൃതിരതം ധ്യായാമി വാദാത്മജം. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാംബുധേ ചക്രവർത്തിതനൂജായ സാർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാം മോഹനരൂപായ പുണ്യശ്ലോകായ മംഗളം പിതൃഭക്തായ സതതം പ്രാതൃഭിഃ സഹ സീതയാ നന്ദിതാഖില ലോകായ രാമഭദ്രായ മംഗളം സൗമിത്രിണാ ജാനക്യാ ചാപബാണാസിധാരിണേ സംസേവ്യായ സദാ ഭക്ത്യാ സ്വാമിനേ മമ മംഗളം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഗോവിന്ദ രാമനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇന്ന് കർക്കിടകം 29 KHNA നടത്തി വരുന്ന ഈ രാമായണ പാരായണത്തിൽ നമ്മോടൊപ്പം ചേർന്ന് പാരായണം ചെയ്തത് ശ്രീ പ്രസാദ് പൂഴൻകര, അതുപോലെ ശ്രീമതി ഇന്ദിര ശിവദാസൻ. വളരെ ഭംഗിയായിട്ട്, വളരെ ഹൃദ്യസ്ഥമായിട്ട് ഈ രാമായണം പാരായണം ചെയ്തു. നന്ദി. നമുക്ക് ഈ രാമായണത്തെ അധികരിച്ച് സംസാരിക്കുന്നതിനായി 2 വിശിഷ്ട വ്യക്തികൾ നാട്ടിൽ നിന്നും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ പത്മകുമാർ ആൻഡ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. ഡോക്ടർ പത്മകുമാർജിയെ ഞാൻ ബഹുമാന പുരസ്സരം ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും ഭാഗ്യം കൊണ്ട് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആളെ നമുക്ക് ഇന്ന് ഈ വേദിയിൽ സംസാരിക്കാൻ കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ശ്രേഷ്ഠ ഭാരതം എന്ന അമൃത ടിവിയിലെ പരിപാടി അദ്ദേഹമാണ് സ്ഥിരമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ ഉദയഭാരതം എന്ന് പറയുന്ന വേറെ ഒരു പരിപാടിയിലും, ജനൻ ടിവിയിലെ രാമായണം എന്ന് പറയുന്ന പരിപാടിയിലും അദ്ദേഹം സ്ഥിരമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അത് മാത്രമല്ല, തിരുവനന്തപുരം സംസ്കൃത കോളേജിന്റെ പ്രിൻസിപ്പാളാണ് അദ്ദേഹം. സംസ്കൃത ക്ഷേത്രത്തിലെ എല്ലാ വിഷയങ്ങളിലും വളരെ നല്ലതുപോലെ പ്രവർത്തിക്കുന്ന ഒരു കാര്യകർത്താവ് കൂടിയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മഹോദയൻ. അപ്പോ ഇന്ന് എന്തായാലും നമുക്കെല്ലാവർക്കും അദ്ദേഹത്തെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഞാൻ ഈ പ്രഭാഷണത്തിന് വേണ്ടി അധ്യാത്മ രാമായണത്തിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ നമ്മളെല്ലാവരും തയ്യാറായിരിക്കുക. ഞാൻ അദ്ദേഹത്തിനെ ഇതിലേക്ക് ക്ഷണിക്കാം.
രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമഃ. പൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം മനസാ സ്മരാമി. ശ്രീരാമദൂതം ശിരസാ നമാമി. എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു സത്സംഗത്തില് യദൃച്ഛയാ പങ്കെടുക്കാൻ ഉള്ളൊരു ഭാഗ്യം ആണ് ലഭിച്ചത്. ആദ്യം തന്നെ ഈ ഒരു സത്സംഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും നമസ്കരിച്ചുകൊണ്ട് രാമായണത്തെക്കുറിച്ച് എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമുക്ക് ആലോചിക്കാം. മർത്യാവതാരസ്ത്വിഹ മർത്യശിക്ഷണം രക്ഷോവധായൈവ ന കേവലം വിഭോ കുതോന്യഥാ സ്യാത് രമതസ്വ ആത്മനഃ സീതാകൃതാനി വ്യസനാനി ഈശ്വരസ്യ. ശ്രീമദ് ഭാഗവതത്തില് പഞ്ചമസ്കന്ധത്തില് ഭാരതവർഷത്തെ ഒക്കെ പരിചയപ്പെടുത്തുന്ന ഭൂഗോള വർണ്ണനയില് ജംബുദ്വീപില് ഉള്ള നവവർഷങ്ങളെ പറ്റി പറയുമ്പോൾ കിംപുരുഷ വർഷം എന്ന് പറഞ്ഞിട്ട് സുമേരു പർവ്വതത്തിന്റെ മഹാമേരു പർവ്വതത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടുള്ള ഒരു ഭൂമണ്ഡലത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരും. അതില് തെക്ക് ഭാഗത്തായിട്ട് 3 വർഷങ്ങളാണ്: ഹരിവർഷം, കിംപുരുഷ വർഷം, ഭാരതവർഷം. അപ്പൊ ആ ഹരിവർഷത്തിന്റെ തെക്ക് ഭാഗത്താണ് കിംപുരുഷ വർഷം. ആ കിംപുരുഷ വർഷത്തില് രാമനെയും സീതയെയും, ശ്രീരാമചന്ദ്രസ്വാമിയെയും സീതാദേവിയെയും ആണ് അവിടെ ആരാധിക്കുന്നത്, അവിടുത്തെ ഭക്തജനങ്ങൾ. അതാണ് നമ്മള് ഭാരതത്തില് ഉള്ള ആ ഒരു രാമൻ എഫക്റ്റ്, രാമായണ എഫക്റ്റ് നമ്മൾ ഇന്തോനേഷ്യയിലും ആ ഭാഗങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് അതുകൊണ്ടാണ്. ഭാരതത്തെക്കാളും വളരെ പ്രാധാന്യത്തോടു കൂടിയിട്ട് നമുക്ക് രാമായണ ചിന്തകളും അല്ലെങ്കിൽ രാമായണത്തിലെ പല കഥാപാത്രങ്ങളുമായിട്ടുള്ള സാമ്യമുള്ള കുറെ കാര്യങ്ങൾ കാണാം. അത് ഈ കിംപുരുഷ വർഷത്തില് സീതാരാമന്മാർ അവരാണ് ആരാധ്യ ദേവതകൾ. ആഞ്ജനേയസ്വാമിയാണ് ആരാധിക്കുന്നത്. അങ്ങനെ ആഞ്ജനേയസ്വാമിയെ ആരാധിച്ചുകൊണ്ട് രാമനെ സ്തുതിക്കുന്ന ആ സ്തോത്രത്തിലെ ഒരു ശ്ലോകമാണ് ഞാനിപ്പോ ചൊല്ലിയത്. മർത്യാവതാരസ്ത്വിഹ മർത്യശിക്ഷണം രക്ഷോവധായൈവ ന കേവലം വിഭോ. പെട്ടെന്ന് രാമായണത്തെ കുറിച്ച് പറയണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പറയണ്ടേ? അതുകൊണ്ട് ഈ ഒരു വിഷയം നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവില്ല. ആ ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത് പറയുന്നത്. മർത്യാവതാരസ്ത്വിഹ മർത്യശിക്ഷണം. മർത്യാവതാരം എന്നാണ് പറഞ്ഞത്. കാരണം രാമൻ മർത്യനായിട്ടാണ് അവതരിക്കുന്നത്.
എന്താ മർത്യം എന്ന് പറഞ്ഞാല്? മനുഷ്യൻ എന്ന അപ്പൊ തന്നെ നമ്മൾ പറയും അല്ലേ, മനുഷ്യൻ. എന്നാ പിന്നെ മനുഷ്യൻ തന്നെ പറഞ്ഞാൽ പോരെ. എന്തിനാണ് മർത്യം എന്ന് പറഞ്ഞത്? സംസ്കൃത ഭാഷയുടെ പ്രത്യേകത ആ പദത്തിൽ തന്നെ, സംസ്കൃതത്തിലെ പദത്തിൽ തന്നെ അതിൻ്റെ അർത്ഥം ഉണ്ടാവും. ഒട്ടുമിക്ക പദങ്ങളിലും ആ പദത്തിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ടാവും. കാരണം ഇപ്പൊ നാമപദങ്ങളാണെങ്കിൽ ആ പ്രാതിപതികം ഉണ്ടാവും, ക്രിയാപദങ്ങളാണെങ്കിൽ ധാതു ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നാണ് ആ പദം ഉണ്ടാവുക. അതുപോലെ മർത്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. അല്ലേ? മ്രിയതേ ഇതി മർത്യ, മർത്യ മരണശീലൻ എന്നാണ് അർത്ഥം. അത് നമ്മൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. നമ്മളെല്ലാവരും മർത്യന്മാരാണ്, നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടല്ലേ ഇരിക്കുന്നത് ഇപ്പോ, അല്ലേ? എന്നാ പിന്നെ അങ്ങനെയല്ല, ജീവിച്ചുകൊണ്ടിരിക്കുകയല്ല. നമ്മളെല്ലാവരും ഈച്ച് ആൻഡ് എവരി സ്റ്റെപ്പ് ടു ദി ഗ്രേവ്യാർഡ് എന്ന് പറയും. ഞാനിപ്പോ നിങ്ങളോട് ഒരു വാക്യം പറഞ്ഞു കഴിയുമ്പോഴേക്കും എൻ്റെ ശരീരത്തിലെ 100 കണക്കിന് ജീവകോശങ്ങൾ മരിച്ചു കഴിഞ്ഞു. അപ്പൊ ഓരോ സെക്കൻഡിലും മരിക്കുകയാണ്, നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഒരുപാടൊന്നും അഹങ്കരിക്കേണ്ടെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഒരുപാടൊന്നും അഹങ്കരിക്കേണ്ട, നമ്മള് മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അത് എന്തിനാണ് പറഞ്ഞത്? നിരാശപ്പെടുത്താൻ വേണ്ടി പറയല്ല കേട്ടോ, നിരാശപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. മരണം പ്രകൃതി ശരീരിണാം വികൃതിർജീവനമുച്യത്തെ ബുധൈ. മരണം പ്രകൃതി ശരീരിണാം. ഈ ശരീരം എടുത്തവരുടെയൊക്കെ സ്വഭാവം ഏതാ? മരണമാണ്. വികൃതിയാണ് ജീവനം. അതുകൊണ്ട് എത്ര മുന്നോട്ട് നമുക്ക് കിട്ടുന്നോ അതെല്ലാം നമുക്ക് ബോണസാ. അതുകൊണ്ട് ആ ഓരോ നിമിഷത്തെയും നമ്മൾ സാർത്ഥകമാക്കണം. അങ്ങനെ മരണശീലരാണ് നമ്മള്. ആ മരണശീലരായിട്ടുള്ള നമ്മള് രാമനെ കുറിച്ച് പറയുന്നു, മർത്യാവതാരം. രാമൻ മർത്യനായിട്ട് അവതരിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? രാമൻ എന്തിനാണ് അവതരിച്ചത്? രാക്ഷസാദികളെ കൊല്ലാൻ, അല്ലേ? അങ്ങനെയല്ല. രാവണൻ തുടങ്ങിയായിട്ടുള്ള രാക്ഷസന്മാരെ കൊല്ലാനാണ് എന്ന് പറയും നമ്മൾ പൊതുവെ. പറയുന്നു, ആഞ്ജനേയൻ പറയാണ്, രക്ഷോവധായവ ന കേവലം രക്ഷോവധായ, രക്ഷസാം വധായ ഏവ കേവലം ന. രാക്ഷസന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല വന്നത്, അതിനു വേണ്ടി മാത്രമല്ല വന്നത്. പിന്നെന്തിനാ വന്നത്? മർത്യശിക്ഷണം. മർത്യന്മാരായ നമ്മളെ, മരണശീലന്മാരായ നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി, ടു എഡ്യൂക്കേറ്റ്, നമ്മളെ പഠിപ്പിക്കാനാണ് രാമൻ അവതരിച്ചത്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? എത്ര പഠിച്ചു? രാമായണ മാസം തീരാൻ പോവാ. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ തീരും. എന്തൊക്കെ പഠിച്ചു? പഠിച്ചോ? പഠിച്ചാലേ പ്രയോജനമുള്ളൂ. രാമായണ മാസം ആചരിച്ചിട്ട് ഇതിപ്പോ കാലം കുറെ ആയില്ലേ നമ്മൾ ആചരിക്കാൻ തുടങ്ങിയിട്ട്. രാമായണ മാസത്തിന്റെ തുടക്കത്തില് ആ തട്ടും പുറത്തുനിന്ന് എടുത്തതാ രാമായണ പുസ്തകം. ആ ഷെൽഫിന്റെ അകത്ത് കഴിഞ്ഞ വർഷം കയറ്റി വെച്ചതാ. രാമായണ മാസം കഴിഞ്ഞപ്പോ അത് നേരെ അങ്ങോട്ട് ഷെൽഫിന്റെ അകത്തോട്ട് കയറ്റി. പിന്നെ ഒരു കൊല്ലം അതുവഴി യാതൊരു ബന്ധവുമില്ല. പിന്നെ കർക്കിടകം തുടങ്ങുമ്പോഴാണ് അത് തപ്പിയെടുക്കുന്നത്. എന്നിട്ട് ഒരു മാസം ശ്വാസം മുട്ടി പാടി തീർക്കും. ഇങ്ങനെ രാമായണം ഒരു മാസം കൊണ്ട് പാടി തീർക്കാനുള്ളതാണെന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പറ, എവിടെയാ പറഞ്ഞിട്ടുള്ളത് രാമായണം ഇങ്ങനെ പാടി തീർക്കാനുള്ളതാണെന്ന്? രാമായണം പാടാനുള്ളതാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. രാമായണം പഠിക്കാനുള്ളതാ. അപ്പൊ എന്ത് പഠിച്ചു? ആരെ പഠിച്ചു? എത്ര പഠിച്ചു? എത്ര കഥാപാത്രങ്ങളെ പഠിച്ചു? എത്ര ജീവിത സന്ദേശങ്ങൾ പഠിച്ചു? ഇതാണ് ചോദ്യം. ഇത് നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി. അവരോട് ചോദിക്കുക, ഞാൻ എന്ത് പഠിച്ചു രാമായണത്തിൽ നിന്ന്? കാരണം മർത്യശിക്ഷാർത്ഥമേവ. ഭട്ടതിരിപ്പാട് അത് തന്നെ എടുത്ത് ഒന്നുകൂടി പറഞ്ഞു, സോയം മർത്യാവതാരസ്തവ ഖലു നിയതം
മർത്യശിക്ഷാർത്ഥമേവം. ഭട്ടതിരിപ്പാട് അത് അടിവരയിട്ട് പറയാണ്. സ്വയം മർത്യാവതാര തവ മർത്യാവതാര. ഗുരുവായൂരപ്പ, നിന്റെ ആ മർത്യാവതാരം ഉണ്ടല്ലോ, അത് എന്തിനു വേണ്ടിയിട്ടാ? തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം. തവ ഖലു നിയതം. ഏലം വീണ്ടും വീണ്ടും പറയാ, അത് തന്നെയാണ്, പഠിപ്പിക്കാനാണ്. അപ്പൊ രാമായണം എന്തുള്ളതാ? രാമായണം പഠിക്കാനുള്ളതാണ്. രാമായണം വെറുതെ പാരായണം ചെയ്യാനുള്ളതല്ല. അപ്പൊ നമ്മള് തുടക്കം മുതൽ ഒടുക്കം വരെ രാമായണത്തിലൂടെ യാത്ര ചെയ്ത് കഴിയാറായി. എത്രയോ ആവർത്തി നമ്മൾ രാമായണത്തിലൂടെ യാത്ര കഴിഞ്ഞു. എന്തെല്ലാം നമ്മൾ പഠിച്ചു, ഏതൊക്കെ ജീവിത സന്ദേശങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മർത്യശിക്ഷണമാകുന്നത്. അപ്പോഴേ അത് ശിക്ഷണമാവുള്ളൂ. അല്ലെങ്കിൽ അത് വെറും കഥാലാപം മാത്രമാവും. ആ കഥ ആലാപനം കൊണ്ട് മാത്രം പ്രയോജനമില്ല. അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ് പാരായണം ചെയ്യുന്നുണ്ടാവുക. അധ്യാത്മരാമായണം കിളിപ്പാട്ട് പാരായണം ചെയ്യുന്നത് കേവലം തന്നെയാണ്. ഇനി അധ്യാത്മരാമായണം കിളിപ്പാട്ടിന്റെ കൂടെ കുറേശ്ശെ വാൽമീകി രാമായണം കുറേശ്ശെ ഒക്കെ പാടി പിന്നെ ചൊല്ലി നോക്കണം. സാധിക്കുന്നവർക്ക് ദേവനാഗരി ലിപി അല്ലെങ്കിൽ അതിന് മലയാള ലിപിയിലും കിട്ടാനുണ്ട്. കുറേശ്ശെ ആ വാൽമീകി രാമായണം കൂടി ഒന്ന് ടേസ്റ്റ് നോക്കണം, രുചിച്ച് നോക്കണം. എൻ്റെ ഗുരുനാഥൻ മള്ളിയൂർ ഗുരുനാഥൻ പറയാറുണ്ട്, വാൽമീകി രാമായണം ആസ്വദിക്കാനായിട്ടെങ്കിലും സംസ്കൃതം പഠിക്കണം. വാൽമീകി രാമായണം ആസ്വദിക്കാനായിട്ടെങ്കിലും സംസ്കൃതം പഠിക്കണം എന്ന് ഗുരുനാഥൻ എപ്പോഴും പറയുന്നു. എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് അത് അത്രയും സിമ്പിളാണ്. സാമാന്യമായിട്ട് സംസ്കൃതം പഠിച്ചാൽ വാൽമീകി രാമായണം വായിച്ചാൽ കരയാം അല്ലേ വേണ്ടത്? വായിച്ചാൽ കരയല്ലേ വേണ്ടത്? വായിച്ചാൽ കരയാന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ഉള്ളിൽ തട്ടി വായിക്കാൻ മനസ്സിലാവുന്നല്ലേ അതിൻ്റെ അർത്ഥം. വായിച്ചാൽ കരയാം വാൽമീകി രാമായണം. സാമാന്യമായിട്ട് സംസ്കൃതം പഠിച്ചാൽ മതി. കണ്ണു നിറയും പല രംഗങ്ങളിലും. അത്ര മനോഹരായിട്ടാണ് അതിൻ്റെ ഭാഷ. അതുകൊണ്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, വേണം. ഒപ്പം നമ്മൾ കുറേശ്ശെ വാൽമീകി രാമായണം കൂടി രുചിച്ചു നോക്കണം. കുറേശ്ശെ മുഴുവൻ വായിച്ച് തീരുമൊന്നുമില്ല ഒരു മാസം കൊണ്ട്. കാരണം നമുക്ക് കുറച്ചല്ലേ വായിക്കുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗം വായിച്ച് ഒരു വർഷം ബാലകാണ്ഡം മാത്രം വായിക്കുന്നു, അടുത്ത വർഷം അയോധ്യാകാന്ഡം വായിക്കുന്നു, അങ്ങനെ ആയാലും മതി. അല്ലെങ്കിൽ സുന്ദരകാന്ഡം മാത്രം വായിച്ചങ്ങനെ പോയാലും മതി. എല്ലാ വർഷവും സുന്ദരകാന്ഡം മാത്രം വായിക്കുക, മറ്റത് പൂർണ്ണമായിട്ടും വായിക്കുക. ഇങ്ങനെയും ചെയ്യാം. ഇപ്പൊ സമ്പൂർണ്ണ രാമായണ പാരായണം ഇപ്പൊ നാളെ ഇവിടെ ഞാൻ എൻ്റെ ഇല്ലത്ത് നാളെ സമ്പൂർണ്ണ രാമായണമാണ്. രാവിലെ 6 മണിക്ക് അമ്മമാരൊക്കെ കൂടെ വരും. നമ്മളെല്ലാവരും കൂടി രാവിലെ 6 മണിക്ക് തുടങ്ങിയാൽ വൈകിട്ട് 6 മണി വരെ സമ്പൂർണ്ണ രാമായണം, അധ്യാത്മ രാമായണം. അതൊരു 12 മണിക്കൂർ കൊണ്ട് പാരായണം ചെയ്ത് സമർപ്പിക്കും. ഇടയ്ക്കിടയ്ക്ക് ചില പൂജയും നിവേദ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രാമായണവും ഒരേപോലെ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. ഏറെ പ്രാധാന്യമുള്ളതാണ് രണ്ടും. അധ്യാത്മരാമായണത്തിലാണെങ്കിൽ അധ്യാത്മരാമായണത്തില് സംസ്കൃത ഭാഷാപൂർണം തന്നെയാണ് അധ്യാത്മരാമായണത്തിന്റെ ഭാഷ. എന്നാലും ഒരു ദിവ്യനായ അല്ലെങ്കിൽ ഒരു അവതാര പുരുഷനായിട്ടുള്ള രാമനെയാണ് നമ്മൾ പൂർണ്ണമായും കാണുന്നത്. അധ്യാത്മരാമായണത്തിലെ ഒരു സമ്പൂർണമായിട്ടുള്ള ഒരു അവതാര പുരുഷനായ രാമനെയാണ് നമ്മൾ തുടക്കം മുതൽ ഒടുക്കം വരെ കാണുന്നത്. എന്നാൽ വാൽമീകി രാമായണത്തിൽ ആകെ 7 സ്ഥലത്തോ മറ്റേ ആ രാമനെ ഭഗവാൻ ആയിട്ട് സാക്ഷാൽ ഭഗവാൻ മഹാവിഷ്ണു എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്നുള്ളൂ. മറ്റെല്ലാ സ്ഥലങ്ങളിലും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു പച്ചയായ മനുഷ്യൻ, എല്ലാ ദൗർബല്യങ്ങളും ഉള്ള ഒരു പച്ചയായ ഒരു മനുഷ്യൻ. അങ്ങനെയാണ് വാൽമീകി രാമായണത്തിൽ പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് 2 നമുക്ക് പ്രിയപ്പെട്ടതാവും. ഒന്ന് നോക്കിയാൽ മതി, ഒന്ന് രുചിച്ചു നോക്കുക.
രസമാണ്, വളരെ രസകരമായിട്ടുള്ളതാണ്. അപ്പോ ആദൗരാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണ കുംഭകർണഹനനം ഏതദ്ധി രാമായണം. ഏകശ്ലോകി രാമായണായി. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണം മുഴുവൻ പറഞ്ഞു. അപ്പൊ രാമായണം പറയാൻ ഏറ്റവും എളുപ്പത്തില് എടുക്കാൻ പറ്റുന്ന ഒരു ശ്ലോകമാണിത്. കാരണം ഒരൊറ്റ ശ്ലോകങ്ങൾ പറയുമ്പോഴേക്കും രാമായണം മുഴുവനായില്ലേ. രാമായണം പറഞ്ഞു, രാമായണം പറഞ്ഞു, മുഴുവൻ പറഞ്ഞു. ആദൗരാമ തപോവനാദിഗമനം, രാമന്റെ തപോവന ഗമനം. എന്തിനാ രാമൻ കാട്ടിലേക്ക് പോയത്? ഭാഗവതം പറയും, ഗുരുവർത്ഥേ ത്യക്തരാജ്യോ വ്യചരതനുവനം പത്മപദ്ഭ്യാം പ്രിയായ. ഇത് ഭാഗവതത്തിലെ ഏകശ്ലോകി രാമായണം. ഗുരുവർത്ഥേ ത്യക്തരാജ്യോ വ്യചരതനുവനം പത്മപദ്ഭ്യാം പ്രിയായ പാണിസ്പർശാക്ഷമാഭ്യം മൃജിതപഥരുചോ യോ ഹരീന്ദ്രാനുജാഭ്യാം വൈരൂപ്യാത് ശൂർപ്പണഖ്യാ മൃജിതപഥപദാരോഷ വൈരൂപ്യാത് ശൂർപ്പണഖ്യാം പ്രിയവിരഹരുഷാരോപിത ഭ്രൂവിജൃംഭത്രസ്താബ്ധി ബദ്ധസേതു ഖലദവദഹന കോസലേന്ദ്രോവതാന്ന. ശരിക്കും രാമനെ നമസ്കരിക്കാൻ കൂടിയിട്ടുള്ള ഒരു ശ്ലോകമാണ് ഏകശ്ലോകിയായിട്ടുള്ള ഭാഗവതത്തിലെ ഈ രാമായണം. ഇത് നവമസ്കന്ധത്തിലെ 10-11 അധ്യായങ്ങളാണ്. രാമായണം മുഴുവൻ സംഗ്രഹിച്ച് ഭാഗവതത്തിലെ രണ്ട് അധ്യായങ്ങളിലാണ് പറയുന്നത്. അവിടെ സമ്പൂർണ്ണ രാമായണം ഒരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞു. ഗുരുവർത്ഥേ ത്യക്തരാജ്യോ. ഗുരുവർത്ഥേ, പിന്നെ അച്ഛന് വേണ്ടിയിട്ട്, അച്ഛന്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട്. അച്ഛന്റെ വാക്ക് പാലിക്കുക എന്ന് പറഞ്ഞാൽ അച്ഛൻ രാമനോട് പറഞ്ഞ വാക്കല്ല, അച്ഛൻ കൈകേയിക്ക് കൊടുത്ത വാക്ക്. അപ്പൊ അച്ഛൻ കൈകേയിക്ക് കൊടുത്ത വാക്ക് അച്ഛന് അത് പാലിക്കാൻ സാധിക്കണം. അതിനാണ് കാട്ടിലേക്ക് പോയത്. രാമ, നീ കാട്ടിലേക്ക് പോകണട്ടോ എന്ന് ദശരഥൻ രാമനോട് പറഞ്ഞിട്ടേയില്ല, ആവശ്യപ്പെട്ടിട്ടേയില്ല. എന്നിട്ട് എന്തേ പോയത്? അച്ഛന്റെ പ്രതിജ്ഞ പാലിക്കാൻ, അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ. അച്ഛൻ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളത് ചെയ്യേണ്ടതാണ്. പറഞ്ഞാൽ അനുസരിക്കുന്നവനല്ല, പിന്നെയോ അച്ഛന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഉത്തമപുത്രൻ. 4 തരത്തിലുള്ള പുത്രന്മാരുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ രാവിലെ വരെയും പറയും കേട്ടോ. രാമായണം പറയാൻ തുടങ്ങിയാല് രാവിലെ വരെയും രാമായണം പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അവിടെ രാവിലെ ഒന്നല്ലല്ലോ, ഇപ്പൊ പകലായിരിക്കുമല്ലോ. ഇവിടെ രാത്രിയാ. ഇവിടെ കുഴപ്പമില്ല, ഉച്ചയാ, ഉച്ച സമയാ സാർ. അവിടെ ഊണയിക്കേണ്ട സമയമായിരിക്കും അല്ലേ? അത് കുഴപ്പമില്ല. അപ്പോ മക്കള് 4 തരത്തിലാണ്, 4 വിധത്തിലാണ് മക്കള്. ഉത്തമ ചിന്തിതം കുര്യാത് പ്രോക്തകാരീതു മധ്യമ അധമോ അശ്രദ്ധയാ കുര്യാത് അകർത്തോച്ചരിതം പിതുഹു. 4 വിധത്തിലാണ് മക്കള്. അതില് ഉത്തമനായ മകൻ ആരാണ്? ചിന്തിതം കുര്യാത്. അച്ഛൻ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത്, ആ അച്ഛൻ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യം പ്രവർത്തിക്കുക, അതാണ് ഉത്തമനായ പുത്രൻ. പ്രോക്തകാരീതു മധ്യമ, പറഞ്ഞാൽ അനുസരിക്കുന്നവൻ മധ്യമപുത്രൻ. പറഞ്ഞാൽ മനസ്സില്ലാതെ അശ്രദ്ധയോടെ അനുസരിക്കുന്നവൻ അധമൻ.
അച്ഛനെ അനുസരിക്കാത്തവനോ അവൻ മകനല്ല മലം. അവനെ മകൻ എന്നല്ല പറയാം, അവൻ വിസർജ്യം, അകർത്തോച്ചരിതം പിതു. അവനെ മകൻ എന്നുള്ള ലിസ്റ്റിലേ പെടുത്താൻ പറ്റില്ല, അച്ഛനെ അനുസരിക്കാത്തവനെ. അപ്പൊ ഇവിടെ രാമൻ എന്താ ചെയ്തത്? അച്ഛന്റെ മനസ്സറിഞ്ഞ്, അച്ഛനെ നേരിട്ട് പറയാൻ പറ്റില്ല, പറയാനുള്ള മനസാന്നിധ്യം അച്ഛനില്ല, അതറിയാം. പക്ഷെ അച്ഛന്റെ വാക്ക് പാലിക്കണം, അത് തന്റെ ധർമ്മമാണ്. രാമൻ പറയുന്നില്ലേ ഭരതനോട്, ഭരത, അച്ഛന്റെ വാക്ക് പാലിക്കേണ്ടത് രാമൻ എന്ന എന്റെ മാത്രം ചുമതലയല്ല, ഭരത നിന്റെയും ചുമതലയാണ് എന്ന് പറയുന്നില്ലേ. അപ്പൊ ആ ചുമതല തന്നെയാണ്, അത് നിർവഹിക്കാനാണ്. അതുകൊണ്ടാണ് ഉത്തമനായ പുത്രനായ രാമൻ ഗുരുവർത്തേ ത്യക്തരാജ്യോ വ്യചരതനുവനം ആദൗ രാമതപോവനാദിഗമനം ഹത്വാ മൃഗം കാഞ്ചനം. കാഞ്ചന മൃഗത്തെ, മാരീചൻ കാഞ്ചന മൃഗമായിട്ട് വന്നു അല്ലേ? നേരത്തെ വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്ക് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയ കഥ അറിയില്ലേ? അവിടെ യഥാർത്ഥത്തില് ഈ മാരീചനും വന്നതാണ് അവിടെ യാഗം മുടക്കാൻ. പക്ഷെ രാമബാണത്തിന്റെ ടേസ്റ്റ് കിട്ടിയപ്പോ, ടേസ്റ്റ് അറിഞ്ഞപ്പോ തന്നെ ആള് പോയ വഴിക്ക് പുല്ല് മുളക്കില്ല എന്ന് പറഞ്ഞാൽ ആള് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടതാ. അതുകൊണ്ട് രാവണൻ മാരീചനെ കാണാൻ വന്ന സമയത്ത് ആദ്യം മാരീചൻ എന്താ പറഞ്ഞത്? ഞാൻ ഇല്ലേ ഇല്ല എന്നാ പറഞ്ഞു. ഞാൻ ആ രാമനെതിരെ ഇല്ല, ഒരു വേഷം കെട്ടാനും ഞാനില്ല. അത് മാത്രമല്ല, രാമനെതിരെ പ്രവർത്തിക്കുന്നത് തന്നെ തെറ്റാണ്, അത് മണ്ടത്തരമാണ്. അതുകൊണ്ട് രാവണ അബദ്ധമാണ് ചെയ്യാൻ പോകുന്നത്. കാരണം രാമൻ ആരാണ്? രാമൻ ധർമ്മിഷ്ഠനാണ്. രാമനെ കുറിച്ച് ഉള്ള ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ് ഏതാ? രാമോ വിഗ്രഹവാൻ ധർമ്മ അല്ലേ? രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ളതാണ് വാൽമീകി രാമായണത്തിലെ രാമന്റെ ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ്. ഈ രാമന്റെ ഏറ്റവും നല്ല ഈ സർട്ടിഫിക്കറ്റ് കൊടുത്തത് ആരാണ്? മാരീചനാണ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. മാരീചനാണ് രാമനെ കുറിച്ച് ഈ പറഞ്ഞിരിക്കുന്നത്. എന്ത്? രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് വാൽമീകി രാമായണത്തിൽ മാരീചന്റെ വാക്കാണ്. അപ്പൊ അത്രയും ധർമ്മിഷ്ഠനാണ്. പ്രതിപക്ഷം പോലും ബഹുമാനിക്കുന്ന ആളാണ് രാമൻ. പക്ഷേ രാവണൻ ചന്ദ്രഹാസം ഇങ്ങോട്ട് വലിച്ചിട്ട്, ഈ ചന്ദ്രഹാസം കൊണ്ട് ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞപ്പോഴാണ് മാരീചൻ പൊന്മാനായിട്ട് പോകാൻ അംഗീകരിക്കുന്നത്. കാരണം നിന്റെ വാളുകൊണ്ട് മരിക്കുന്നതിനേക്കാളും എനിക്ക് സന്തോഷം ആ രാമബാണമേറ്റ് മരിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് മാരീചൻ സമ്മതിക്കുന്നത്. ഹത്വാ മൃഗം കാഞ്ചനം. അപ്പോ രാമന്റെ ശബ്ദത്തില് മാരീചൻ ഹാ ലക്ഷ്മണ സീതേ എന്നൊക്കെ കരഞ്ഞു ബഹളം വെച്ചതും അതും മാരീചന്റെ മായയായിരുന്നു. അങ്ങനെ രാമനെയും ലക്ഷ്മണനെയും അകറ്റി സീതയെയും കൊണ്ടുപോയി രാവണൻ. ആ സീതയും കൊണ്ട് പോകുന്ന സമയത്ത് ജടായു തടുത്ത് അവസാന ക്ഷണം വരെ പ്രയത്നിക്കുന്നുണ്ട്, പരമാവധി പ്രയത്നിക്കുന്നുണ്ട്. പക്ഷെ ചിറകരിഞ്ഞ് വീണ സമയത്ത് പിന്നെ നിവൃത്തിയില്ല. എന്നാലും രാവണൻ സീതയെ അപഹരിച്ചു കൊണ്ടുപോയി എന്നുള്ള ആ ഒരു വൃത്താന്തം രാമനെ അറിയിച്ചിട്ട് മാത്രമേ താൻ മരിക്കുകയുള്ളൂ എന്ന് നിശ്ചയിച്ചു ജടായു. അതുകൊണ്ട് ആ വാർത്ത രാമനെ അറിയിച്ചതിന് ശേഷമാണ് ജടായുവിന്റെ പ്രാണൻ പോകുന്നത്. അത് ഒരു ഇച്ഛാശക്തിയുടെ ഏറ്റവും വലിയൊരു തെളിവാണ്, ഒരു വിൽ പവറാണ്. താനിതാ ഈ കാര്യം നിർവഹിച്ചിട്ടേ താൻ പോകൂ. തൻ്റെ സുഹൃത്തായിരുന്ന ആ ദശരഥന്റെ പുത്രൻ രാമൻ വരും, ആ രാമനെ ഈ കാര്യം അറിയിക്കണം, എന്നിട്ടേ താൻ പോകൂ എന്ന് നിശ്ചയിച്ചില്ലേ ജടായു. അതാണ് ഒരു ഇച്ഛാശക്തി. ഇതൊക്കെയാണ് പഠിക്കണം എന്ന് പറഞ്ഞത്, ശിക്ഷണം. അത് കഴിഞ്ഞു. പിന്നീട് ആ സീതയെ കാണാതെയുള്ള ദീനദീന വിലാപം. അതിനിടയിൽ സീത ലക്ഷ്മണനോട് വളരെ മോശമായിട്ട് പെരുമാറുന്നൊക്കെ ഉണ്ട്. അതുപോട്ടെ. അത് കഴിഞ്ഞിട്ട് സീതാന്വേഷണമാണ്. പിന്നെ സീതയെ കാണാതെയുള്ള ഒരു കരച്ചിലും
വളരെ വളരെ ദീനദീനമായിട്ടുള്ള കരച്ചിലും, അത് കഴിഞ്ഞിട്ടുള്ള യാത്രയും, അത് കഴിഞ്ഞിട്ട് ആ സുഗ്രീവനെ പരിചയപ്പെടുന്നു ആഞ്ജനേയനിലൂടെ. ആഞ്ജനേയനെ കാണുന്ന ആ രംഗം ഞാൻ 2-3 രംഗങ്ങൾ മാത്രം പറഞ്ഞു നിർത്താം. അപ്പോ ആഞ്ജനേയനെ കാണുന്ന രംഗമുണ്ട് വാൽമീകി രാമായണത്തിൽ. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു രംഗമാണ്. കാരണം ആ ആഞ്ജനേയന്റെ പെരുമാറ്റവും വാക്കുകളും ഏറെ സ്വാധീനിച്ചു രാമനെ. ബഹുവ്യാഹരതാനേന നകിഞ്ചിത് അപഭാഷിതം. രാമൻ പറയാണ്, ആഞ്ജനേയനെ കുറിച്ച് പറയാണ്, എത്ര സമയം ഇദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു, പക്ഷേ എവിടെയെങ്കിലും ഒരു അപഭാഷണം ഉണ്ടായോ, ഒരു തെറ്റായിട്ടുള്ള പ്രയോഗം ഉണ്ടായോ? ആ പറയുന്ന സമയത്തുള്ള ആംഗ്യം, ചേഷ്ടകൾ, ഇതൊക്കെ പറയണ്ട. അവിടെ നമ്മൾ ഒരു വർത്തമാനം പറയുന്ന സമയത്ത് നമ്മുടെ ആ രീതി എങ്ങനെയാണ്, നമ്മുടെ ആ ആംഗ്യ ഭാഷ എങ്ങനെയാണ്, അഭിനയം എങ്ങനെയാണ്, ഇതെല്ലാം ഒരു വ്യക്തിത്വത്തിന്റെ അളവുകോലാണ്. ഒരാളുടെ വർത്തമാനം കേട്ടാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ നമുക്ക് അളന്നെടുക്കാം. അത് ആഞ്ജനേയനിലൂടെ നമുക്ക് കാണിച്ചു തരാണ് രാമൻ. ലക്ഷ്മണൻ സംശയിക്കുന്നുണ്ട്, ഈ കുരങ്ങനെ എങ്ങനെ വിശ്വസിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ രാമൻ അവിടെ അസലായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നീട് സുഗ്രീവ സംഭാഷണം, ബാലി നിഗ്രഹണം. ബാലി നിഗ്രഹണം, ബാലിയെ കൊന്നത് വലിയ മഹാപരാധല്ലേ എന്നാണ് ഇപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നത്. അത് വാൽമീകി രാമായണം നോക്കാത്തോണ്ടാ. വാൽമീകി രാമായണത്തില് വളരെ വ്യക്തമായിട്ട് അതിന്റെ കാരണങ്ങളെല്ലാം എണ്ണി എണ്ണി നിരത്തി കൊടുക്കുന്നുണ്ട്. ആര്? രാമൻ. ബാണമേറ്റ് വീണ് കിടക്കുമ്പോ മരിക്കുന്നതിന് മുൻപ് ചോദിക്കുന്നില്ലേ, എന്തിനാ രാമ എന്നെ കൊന്നത്? നിനക്ക് ചേർന്നതാണോ ഇത്? ചതിച്ചു കൊന്നത് ശരിയാണോ? ഇതൊക്കെ ചോദിക്കുന്നില്ലേ? പക്ഷെ അതിനൊക്കെ രാമൻ കൃത്യമായിട്ട് മറുപടി കൊടുത്തു. സഹോദരന്റെ ഭാര്യയെ കൂടെ പൊറുപ്പിച്ചവനാണ് നീ, തെറ്റിദ്ധരിച്ചിട്ട് അനിയനെ അട്ടി ഓടിച്ചവനാണ് നീ, പല കാരണങ്ങൾ കൊണ്ടും നീ വധ്യനാണ് എന്ന് പറഞ്ഞപ്പോ ബാലി അത് പൂർണ്ണമായും ഉൾക്കൊണ്ടു. ബാലി കൺവിൻസ്ഡ് ആയി. പക്ഷെ ഇപ്പോഴും പല ആൾക്കാരും ഇപ്പോഴും കൺവിൻസ്ഡ് അല്ല. അതാണ് ബാലി കൺവിൻസ്ഡ് ആയി. ബാലി അത് അസലായിട്ട് പറയുകയും ചെയ്തു, എന്റെ തെറ്റാണ്, അപരാധമാണ്, പൊറുക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും എത്രയോ പേർക്കത് മനസ്സിലായിട്ടില്ല. എൻ്റെ മകനെ നോക്കണം, പരിപാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബാലി യാത്രയാകുന്നത്. ബാലി നിഗ്രഹണം. പിന്നീട് സുഖ സൗകര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ആൾക്കാര് അവനവന്റെ കർത്തവ്യം മറന്നു പോകരുത് എന്നാണ് സുഗ്രീവന്റെ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. കാര്യങ്ങൾ ഇതൊക്കെ പാഠങ്ങൾ മനസ്സിലാക്കണം രാമായണത്തിന്. സുഖമായിട്ട് തനിക്ക് സാമ്രാജ്യം കിട്ടി, ഭാര്യയും കിട്ടി, എല്ലാം തിരിച്ചു കിട്ടിയപ്പോ അതിനു മുൻപ് ചെയ്ത സകല പ്രതിജ്ഞയും മറന്നില്ലേ? സുഖലോലുപനായില്ലേ? മദ്യം കുടിച്ച മതോന്മത്തനായിട്ട് അങ്ങനെ രസിച്ചു കിടക്കുക. അവസാനം നിവൃത്തിയില്ലാതെയാണ് രാമൻ ലക്ഷ്മണനെ പറഞ്ഞേക്കുന്നത്. ലക്ഷ്മണൻ ആ ഞാണ് വലിച്ച ആ ഞാണൊലി കൊണ്ട് തന്നെ കിട്ടുകിട്ട വിറച്ചു കിഷ്കിന്ധയെ വിറപ്പിച്ചു കളഞ്ഞു ഞാണൊലി കൊണ്ട്. എത്ര വേഗം തീർത്തു പരിപാടി. എന്താ സന്ദേശം കൊടുത്ത ഓർമ്മയില്ലേ? ആ ബാലിയെ കൊന്ന അതേ അമ്പും വില്ലും കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് പ്രയോഗിക്കാമെന്ന്. അതല്ലേ? കേട്ടപ്പോ തന്നെ സുഗ്രീവന് ഭാഷ മനസ്സിലായി, തന്റെ കാര്യം പോക്കാണ്. ഉടനെ തന്നില്ലേ, ഉടനെ ചാടി വന്നു. നേരിട്ട് ലക്ഷ്മണനെ കാണാൻ പേടിച്ചിട്ട് താരെ പറഞ്ഞയച്ചില്ലേ സമാധാനിപ്പിക്കാൻ. എല്ലാം കഴിഞ്ഞു. ഉടനെ 4 പേരെ 4 ഭാഗത്തേക്ക് അയച്ചു. എല്ലാം കൂടി അവസാന സമുദ്ര തീരത്തെത്തി. അതിനുശേഷം ആഞ്ജനേയന്റെ മഹിമ ജാമ്പവാൻ പറഞ്ഞു കൊടുത്തു. ആഞ്ജനേയൻ ആ മഹേന്ദ്രഗിരിയിലേക്ക് കയറി അവിടുന്ന് ഒരൊറ്റ ചാട്ടം നേരെ ചെല്ലുന്നു. സമുദ്രതരണം, ലങ്കാപുരീദാഹനം. രാവണനെ കാണുന്നത് ആദ്യം സീതയെ കണ്ട് തന്റെ ഡ്യൂട്ടി, തന്റെ ചുമതലകളൊക്കെ പൂർത്തിയാക്കി ആദ്യം. അത് കഴിഞ്ഞിട്ടോ രാവണനെ കണ്ടാൽ കൊള്ളാന്ന് തോന്നി ആഞ്ജനേയന്.
കാരണം കേട്ടിട്ട് രാവണനെ കുറിച്ച് ധാരാളം, കണ്ടിട്ടില്ല. അപ്പൊ രാവണനെ കാണാനുള്ള ഒരു വഴി ഒരുക്കി. അതിനാണ് ആ കദളി വനം മുഴുവൻ തല്ലി ഓടിച്ച് നശിപ്പിച്ച് നേരെ രാവണന്റെ മുന്നിലെത്തിയത്. രാവണന്റെ മുന്നിലെത്തിയപ്പോ അന്തം വിട്ടുപോയി എന്നാണ് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. രാവണനെ കണ്ടപ്പോ ശരിക്കും ആഞ്ജനേയൻ അത്ഭുതപ്പെട്ടു. കാരണം എന്താ, എന്തൊരു തേജസ്, അത്ഭുത തേജസ്സാണ്. എല്ലാ ദിവസവും ശിവപൂജ ചെയ്യുന്ന പരമഭക്തനാണ്, ശിവഭക്തനാണ് രാവണൻ. ആള് തലതിരിഞ്ഞു പോയിന്നേ ഉള്ളൂ. ആ ഒരു തേജസ്സിന്റെ മുന്നിൽ ശരിക്കും അത്ഭുതപ്പെട്ടു. പിന്നെ ആ ബന്ധിക്കുന്നതും വാലിന് തീ കൊടുത്ത് പറഞ്ഞയക്കുന്നതും അത് നല്ല സൗകര്യമായി എന്ന് പറഞ്ഞ് ലങ്കാപുരി ദാഹനം, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നതും, പിന്നെ അതിഗംഭീരമായിട്ട് ആ സേതുബന്ധനം, രാമസേതു. ആ സേതു ബന്ധനത്തിന് തൊട്ട് മുൻപുള്ള കാര്യം ഭാഗവതത്തിൽ പറയുന്നത്, ആ വരുണദേവനെ ഒന്ന് കിടുകിട വിറപ്പിക്കേണ്ടി വന്നു അത്രേ രാമന്. തന്റെ പുരികക്കൊടി വളച്ചിട്ടൊന്ന് നോക്കി അത്രേ രാമൻ. അപ്പോ കിട്ടുകിട വരച്ചിട്ട് ഓടി വന്നു വരുണദേവൻ. എന്നിട്ടാണ് ആ സേതു ബന്ധനം നടക്കുന്നത്. സേതു, രാമസേതു. ഇപ്പോഴും നമുക്ക് ആ രാമസേതു, അന്ന് ബന്ധിച്ച രാമസേതുവിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നാണ്. നമ്മൾ തന്നെ ഒന്ന് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. അപ്പോ ആ രാമസേതു ഒരുപാട് സേതുവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പല പല കഥകളുണ്ട്. അണ്ണാരക്കണ്ണന്റെ കഥയുണ്ട് അല്ലേ? അണ്ണാരക്കണ്ണന് തന്നാലായത് ആ ഒരു രാമൻ പിന്നെ സേവനം ചെയ്തതിന് അണ്ണാരക്കണ്ണന് കൊടുത്ത സമ്മാനമായിട്ടാണ് പിറകിലുള്ള വര എന്നൊക്കെ പറയും നമ്മൾ. അതൊക്കെ ഓരോരോ പാഠങ്ങളാണ്. ഏതായാലും ആ സേതു ഇപ്പോഴും ഉണ്ട്, അത് പറയാനാണ് ഇത് പറഞ്ഞത്. അതിനിടയിൽ വലിയൊരു പ്രോജക്റ്റ്, സേതു സമുദ്രം പ്രോജക്റ്റ് തുടങ്ങിയതായിരുന്നു. അത് പിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണം അവിടെ എത്രയോ കോടികളുടെ കരാറ് കൊടുത്തിട്ട് ആ പാലത്തിന്റെ അവശിഷ്ടങ്ങളുള്ളത് കൊണ്ട് അത് മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ട് അത് ഉപേക്ഷിച്ചു. മൻമോഹൻ സിംഗിന്റെ കാലത്താണ് അത് കൊടുത്തത്. പല രാമഭക്തന്മാരുടെയൊക്കെ എതിർപ്പുണ്ടായി. അങ്ങനെ ഒരു സേതുവേ ഇല്ല, അന്ധവിശ്വാസമാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത് കരുണാനിധി. പക്ഷെ അതൊക്കെ പൊളിഞ്ഞു, ആ പ്രോജക്റ്റ് തന്നെ പൊളിഞ്ഞു. അവസാനം കരുണാനിധി പറഞ്ഞു, എന്ത്, ആ സേതു ശരിയായിരുന്നു, ആ സേതു ഉണ്ട്, പക്ഷേ ആ സേതു തിരിച്ച് രാമൻ വന്നപ്പോ അമ്പെയ്തിട്ട് ആ സേതുവിനെ അപ്പൊ തന്നെ തകർത്തു എന്ന് കമ്പരാമായണത്തിൽ പറയുന്നുണ്ട് എന്ന് കരുണാനിധി പറഞ്ഞു. എന്തായാലും ഇതിന്റെ പേരിലാണെങ്കിലും ആ കരുണാനിധി കമ്പരാമായണം കമ്പോട് കമ്പ് വായിച്ചുവല്ലോ, സമാധാനം. അപ്പോ അങ്ങനെ ആ സേതു, രാമസേതു, കാളിദാസൻ സീതയോട് ഇങ്ങനെ പറയും തിരിച്ചുള്ള യാത്രയിലെ. തിരിച്ചുള്ള യാത്ര വിമാനത്തിൽ തിരിച്ചു പോകുമ്പോ രാമൻ സീതയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദാ നമ്മൾ കിട്ടിയ ആ സേതു. വൈദേഹി പശ്യാമലയാദ്വിഭക്തം മത്സേതുനാഭേനിലമംബുരാശിം ഛായാപഥേനേവ ശരത് പ്രസന്നം ആകാശമാവിഷ്കൃതചാരുതാരം. വൈദേഹി പശ്യ, നോക്കൂ, മത്സേതുന, ആ രാമസേതു, ഇപ്പോഴുമുള്ള ആ ഒരു സേതു. അങ്ങനെ ആ സേതു ബന്ധനം ചെയ്ത് ലങ്കയിലെത്തി. പിന്നീട് വൈദേഹീകരണം, ജടായുമരണം, സുഗ്രീവ സംഭാഷണം, ബാലി നിഗ്രഹണം, സമുദ്രതരണം, ലങ്കാപുരി ദാഹനം, പശ്ചാത് രാവണ കുംഭകർണ ഹനനം, എല്ലാവരെയും തീർത്തു. അതിഘോരമായിട്ടുള്ള യുദ്ധം. ആ ഒരു യുദ്ധത്തിന് തുല്യമായിട്ട് വേറെ ഇല്ല എന്നാണ്. രാമരാവണയോർ യുദ്ധം രാമരാവണയോരിവ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഉപമയില്ല. അതാണ് ആ യുദ്ധം. ആ യുദ്ധത്തില് രാവണ കുംഭകർണ ഹനനം ഏതദ്ധി രാമായണം. ഇതാണ് രാമായണം. ഈ ഒരു രാമായണത്തില് ഒരുപാട് സന്ദേശങ്ങള്, നമ്മള് പഠിക്കാനുള്ള സന്ദേശങ്ങള്. ആദ്യം ലക്ഷ്മണൻ, ഗുരുനാഥൻ, മള്ളിയൂർ ഗുരുനാഥൻ പറയുന്ന ഒരു ശ്ലോകം, വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമുള്ളത്, സുമിത്ര,
ലക്ഷ്മണനോട് പറഞ്ഞിട്ട് ലക്ഷ്മണനെ യാത്രയാക്കുന്ന ഒരു ശ്ലോകമുണ്ട്. ആ ഒരു ശ്ലോകത്തില് രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാം അടവീം വിദ്ധി ഗച്ഛതാത യഥാ സുഖം. സുമിത്ര ലക്ഷ്മണനോട് പറയാണ്, ലക്ഷ്മണ നീ കാട്ടിലേക്ക് പോകുമ്പോ രാമനെ അച്ഛൻ ദശരഥനായിട്ട് അറിയണം, പരിഗണിക്കണം, മനസ്സിലാക്കണം. ആ ജനകാത്മജയായിട്ടുള്ള ജാനകിയെ, ഏടത്തിയമ്മയെ അമ്മയായിട്ട്, നിന്റെ അമ്മയായിട്ട് നീ ആരാധിക്കണം, പൂജിക്കണം, പരിഗണിക്കണം, പരിപാലിക്കണം. കാട്ടിലേക്കാണ് പോകുന്നത്, പക്ഷെ കാടാണ് എന്ന് ചിന്തിക്കണ്ട കേട്ടോ, അയോധ്യയാണെന്ന് വിചാരിച്ചാൽ മതി. അയോധ്യ അടവീം വിദ്ധി. അയോധ്യ ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വല്ല ക്ലേശം ഉണ്ടാവും. അച്ഛനും കൂടിയുണ്ട്, അമ്മയും കൂടിയുണ്ട്. നിന്റെ അച്ഛനാണ് രാമൻ, അമ്മയാണ് സീത, അയോധ്യയാണ് കാട്. പിന്നെ എവിടെയാ ദുഃഖം? അതുകൊണ്ട് സുഖമായിട്ട് പോയിട്ട് വരുന്ന ഗച്ഛതാത യഥാ സുഖം. സുഖമായിട്ട് പോയിട്ട് വരുന്ന. കാരണം സുഖവും ദുഃഖവും ഒക്കെ നിശ്ചയിക്കുന്നത് മനസ്സാണ്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. മനസ്സാ. മനഃപരം കാരണമാമനന്തി എന്ന് ഭാഗവതത്തിൽ പറയും. മനസ്സാണ് നിശ്ചയിക്കുന്നത് എന്താണ് സുഖം, എന്താണ് ദുഃഖം. അതുകൊണ്ട് സുഖമായിട്ട് പോയിട്ട് വരൂ എന്ന് പറയുന്ന ആ ഒരു രംഗം ഏറെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആ സീത തന്റെ ആഭരണങ്ങളെല്ലാം കൂടിയിട്ട് ഒരു ചേലത്തുമ്പിൽ ഒരു കീറ തുണിയിൽ ഒരു കെട്ടിയിട്ട് താഴോട്ടിട്ടതും അത് വാനരന്മാർക്ക് കിട്ടുന്നതും ആ വാനരന്മാർ അതെടുത്ത് സുഗ്രീവന്റെ അടുത്ത് എത്തിക്കുന്നതും സുഗ്രീവൻ അത് രാമന്റെ മുന്നിൽ രാമലക്ഷ്മണന്മാരവിടെ വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കൊണ്ടുപോയി കാണിക്കുന്നതും രാമന് തന്നെ ആ ഒരു വിരഹ ദുഃഖത്തിന്റെ ആധിക്യം കൊണ്ട് അത് സീതയുടെ തന്നെ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ലക്ഷ്മണനോട് ചോദിക്കുക, സൗമിത്രേ ലക്ഷ്മണ നിനക്കിത് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഈ ആഭരണങ്ങൾ ആരുടേതാണ്? സീതയുടെ തന്നെയാണോ? നഹം ജാനാമി കേയൂരേ നഹം ജാനാമി കുണ്ടലേ നൂപുരേ ത്വഭിജാനാമി നിത്യം പാദാഭിവന്ദനാത്. നഹം ജാനാമി കേയൂരേ നഹം ജാനാമി കുണ്ടലേ. ഈ മാലയോ ഈ കമ്മലോ തോൾവളയും ഈ കമ്മലൊന്നും എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷേ ഈ പാദസരം ഏടത്തിയമ്മയുടെ പാദസരം തന്നെയാണ്. നൂപുരേ ത്വഭിജാനാമി. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം ആ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ടാണ് എൻ്റെ ഓരോ പ്രഭാതവും ഞാൻ തുടങ്ങാറുള്ളത്. എന്നും ആ കാൽക്കൽ നമസ്കരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ പാദസരം തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. നൂപുരേ ത്വഭിജാനാമി നിത്യം പാദാഭിവന്ദനാത്. ഇതൊക്കെയല്ലേ ഭാരതത്തിന്റെ സനാതന ധർമ്മത്തിന്റെ മഹിമ. ഇതിൽ കൂടുതൽ എന്താ പറയേണ്ടത്? ഏറ്റവും ശ്രേഷ്ഠമാണത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ഒരു ചിന്തയാണത്, അല്ലെ? അപ്പോ ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാതൃവത് പരദാരേഷു പരദ്രവ്യേഷു ലോഷ്ഠവത് ആത്മവത് സർവഭൂതേഷു യഃ പശ്യതി സപശ്യതി. മാതൃവത് പരദാരേഷു. മറ്റുള്ളവരുടെ ഭാര്യമാരെ അമ്മയായിട്ട് കണക്കാക്കുന്നതാണ് നമ്മുടെ പാരമ്പര്യം. അതാണ് നമ്മൾ ഇവിടെയും കണ്ടത്. ഈ രണ്ട് രംഗങ്ങളിൽ നമ്മൾ അതാണ് കണ്ടത്. മാം വിദ്ധി ജനകാത്മജാം എന്നുള്ളിടത്തും അത് തന്നെ. അതേപോലെ ഈ ഒരു ശ്ലോകത്തിലും നിത്യം പാദാഭിവന്ദന. ഇങ്ങനെ എത്രയോ എത്രയോ രത്നങ്ങള്. വാൽമീകി രാമായണത്തിലെ സുഭാഷിതങ്ങള് അമൃത ടിവിയിൽ ഒരു വർഷം 30 ദിവസം എല്ലാ ദിവസവും പറഞ്ഞു, രാമായണ മാസം മുഴുവൻ. എന്നിട്ട് ബാലകാണ്ഡത്തിലെ സുഭാഷിതങ്ങൾ പോലും ആയില്ല. അപ്പൊ അത്രയും രത്നങ്ങള്, സുഭാഷിത രത്നങ്ങള് വാൽമീകി രാമായണത്തിലുണ്ട്. അതുകൊണ്ട് അതൊന്നും പറഞ്ഞാൽ തീരില്ല. എന്നാലും ഇവിടെ ഒന്ന് ആ രാമായണത്തിലൂടെ ഒരു സ്പർശം. ഇന്ന് ഈ ഒരു നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം ആണ് ഭാരതത്തിലെ.
ആ ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവ സമയത്ത് ദേശഭക്തി, ആ ദേശഭക്തിയെ പ്രകടമാക്കുന്ന രാമായണത്തിലെ ശ്ലോകമല്ല, എന്നാലും പ്രസിദ്ധമായിട്ട് രാമനെ കുറിച്ച് പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അപ്പി സ്വർണമയീ ലങ്ക നമേ ലക്ഷ്മണ രോചത്തെ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. ലക്ഷ്മണൻ പറഞ്ഞു നമുക്ക് ഇവിടെ തന്നെ കൂടിയാലോ എന്ന് ചോദിച്ചു. യുദ്ധമൊക്കെ കഴിഞ്ഞു, എല്ലാം കിട്ടിയല്ലോ. അന്ന് ശ്രീലങ്കയില്, ഇന്നത്തെ ശ്രീലങ്കയിൽ അന്ന് മുഴുവൻ രത്നങ്ങളായിരുന്നു അത്ര. ഇപ്പോഴും സമ്പന്നമാണ്, അത് വേണ്ട പോലെ ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. അപ്പോ അന്ന് മുഴുവൻ രത്നമയമായിരുന്നു ലങ്ക. അപ്പോൾ രത്നമയിയായിട്ടുള്ള ലങ്കയാണെങ്കിലും എനിക്ക് വേണ്ട, നമേ രോചത്തെ ലക്ഷ്മണ, പെറ്റമ്മയും പിറന്ന നാടും സ്വർഗത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ഈ ഒരു ദേശഭക്തിയാണ് ദേശശക്തി. ആ ദേശഭക്തിയാണ് ദേശശക്തി എന്ന് നമ്മൾ തിരിച്ചറിയണം. ഭാരതത്തിന്റെ മഹിമ ഭാരതത്തിന് വെളിയിലുള്ള എല്ലാവർക്കും അറിയാം. ഭാരതത്തിന്റെ മഹിമ നമ്മള് ഭാരതീയരോട്, ഭാരതത്തിലുള്ളവരോടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഗതികേട് വന്നിരിക്കുന്നത്. മറ്റുള്ളവരോടും നമുക്ക് ആരോടും പറയേണ്ട കാര്യമില്ല. അപ്പോ ഭാരതം ഏറ്റവും ശ്രേഷ്ഠമായ ഭാരതത്തിന്റെ ആ ഒരു ഗരിമ രാമനോടെ പറഞ്ഞു. പക്ഷെ ഇവിടെ ഇപ്പോഴും അതിന്റെ ആ ഒരു ബോധം വേണ്ട രീതിയിൽ വന്നിട്ടില്ല. ഭാരതം ശരിക്കും ഭാ എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശമാണ്, ജ്ഞാനത്തിന്റെ പ്രകാശമാണ്. ആ ജ്ഞാനത്തിന്റെ പ്രകാശത്തിൽ അഭിരമിക്കുന്ന രാഷ്ട്രമാണ് ഭാരതം, ജ്ഞാനഭൂമിയാണ് ഭാരതം. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഇവിടേക്കായിരുന്നു ആയിരക്കണക്കിന് ആൾക്കാര്, ജിജ്ഞാസുക്കള്, കുതുകികള് വന്നുകൊണ്ടിരുന്നിരുന്നത്. ഒരു കാലത്ത് നളന്ദ, തക്ഷശില, പാടലീപുത്രം തുടങ്ങിയിട്ടുള്ള വിശ്വോത്തര വിശ്വവിദ്യാലയങ്ങള് ഇവിടെ നമ്മൾ താമസിക്കുന്ന തിരുവനന്തപുരത്തിന്റെ അടുത്തുള്ള കാന്തള്ളൂർ ശാല വരെ അതൊക്കെ വിശ്വവിദ്യാലയങ്ങളായിരുന്നു, യൂണിവേഴ്സിറ്റികളായിരുന്നു. അത്രയും ശ്രേഷ്ഠമാണ് ഭാരതം. ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധത്തില് ഭാരതത്തിന്റെ മഹിമ പറയുമ്പോൾ ദേവന്മാര് പാടുന്നതായിട്ട്, ദേവന്മാരുടെ ഒരു ഗാനം, ദേവന്മാര് ഭാരതീയരെ കുറിച്ച് പാടുന്ന ഒരു കുറെ ശ്ലോകങ്ങളുണ്ട് അവിടെ. അതെല്ലാം കേമമാണ്. അത് മാത്രം പറയണമെങ്കിൽ അത് പ്രത്യേകിച്ചൊരു പ്രഭാഷണ വിഷയമാണ്, അത്രയും സമയമെടുക്കും. അപ്പൊ ദേവന്മാര് പോലും ഭാരതത്തിൽ വന്ന് താമസിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ദേവന്മാര് പറയുന്നത്, അല്ലയോ ഭാരതവാസികളെ, നിങ്ങൾ യജ്ഞയാഗാദികളൊക്കെ ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് വരാൻ മോഹിക്കരുതേ. കാരണം സ്വർഗത്തെക്കാളും എത്രയോ എത്രയോ ശ്രേഷ്ഠമാണ് ഭാരതം. ഭാരതത്തിൽ ചെന്നിട്ട് ആ ഒരൊറ്റ നിമിഷമെങ്കിലും ഭാരതത്തിൽ ചെന്ന് ശ്രീഹരേ എന്ന് ഭഗവാനെ സ്മരിച്ചാൽ ഭഗവത് പദത്തിലേക്ക് എത്താം. അത് വേറെ എവിടെയും സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഭാരതത്തിലേക്ക് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദേവന്മാരാ പറയുന്നത്. എന്തേ? മുകുന്ദ സേവോപൈകം സ്പൃഹാഹിന. ആ മുകുന്ദനെ, മുകുന്ദൻ എന്ന് പറഞ്ഞാൽ എന്താ? മുക്തിം ദദാതി ഇതി മുകുന്ദ, മോക്ഷം നൽകുന്നവനാണ് ആ മുകുന്ദൻ. ആ മുകുന്ദനെ സേവിക്കാൻ ഭാരതത്തിൽ സാധിക്കും. അതുകൊണ്ട് ഭാരതത്തിലേക്ക് വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങള് സ്വർഗത്തിലേക്ക് വരാനൊന്ന് മോഹിക്കരുത്. ഭാരതത്തിൽ തന്നെയാണ് ജനിക്കേണ്ടത്. ക്ഷണായുഷാം ഭാരതഭൂജയോ വരം. ഒരു ക്ഷണമെങ്കിലും ഒരു ക്ഷണം ഭാരതത്തില് കഴിയാൻ സാധിക്കണം. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിന് ഏറെ പ്രസക്തിയുണ്ട്. എന്നാലും ഭാരതം ആ ഭാരതത്തിന്റെ ഗരിമ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു തിരിച്ചു വരവിന്റെ പാതയിലാണ്. ഇപ്പോൾ ശരിക്കുള്ള ആ പഴയ ആ ഭാരതത്തിന്റെ ആ ഒരു ജഗദ്ഗുരു പദം തിരിച്ചു പിടിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്.
അതുകൊണ്ട് ഈ ഒരു അമൃത മഹോത്സവത്തിന് ഏറെ 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 പ്രസക്തിയുണ്ട്. ഈ ഒരു രാമായണ സത്സംഗത്തില് എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഒരടുക്കും ചിട്ടയൊന്നും ഇല്ലാതെ കുറെ കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം പ്രത്യേകിച്ച് ഒരു തയ്യാറെടുപ്പൊന്നും അല്ലെങ്കിലും വലിയ തയ്യാറെടുപ്പൊന്നും പതിവില്ല. എന്നാലും ഒരു ചിട്ടയൊന്നുമില്ല, എന്തൊക്കെയോ പറഞ്ഞു. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം, നാമഘോഷമെന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം, നിത്യനായ ചിൽപ്രകാശരൂപനെ വണങ്ങണം. കുഞ്ചിലമ്പു കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമസ്കാരം. സർ, നല്ല ചിന്ത തന്നെയാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയത്. സമയം കുറഞ്ഞു പോയോ എന്ന് ഞങ്ങൾക്കൊരു ആശങ്കയുണ്ട്. അവിചാരിതമായിട്ട് അങ്ങയുടെ വിലയേറിയ ഈ സമയം ഈ സത്സംഗത്തിന് കിട്ടിയത് വളരെ ഭാഗ്യമാണ്. അതിന് കാരണഭൂതനായത് ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനാണ് ഡോക്ടർ പത്മകുമാർജി. ഞങ്ങൾക്ക് മാർഗദർശിയാണ് അദ്ദേഹം. ഞങ്ങളുടെ ഈ സത്സംഗത്തിന്റെ മുതൽക്കൂട്ടാണ് അദ്ദേഹം. അതുപോലെ ശ്രേഷ്ഠ ഭാരതത്തിലൂടെ ജനശ്രദ്ധ നേടിയ ആ പരിപാടിയിൽ അങ്ങേ ഓർക്കാത്ത ആരുമില്ല. ഞങ്ങൾക്കെല്ലാം അങ്ങേ സുപരിചിതനാണ് ഇപ്പം. തീർച്ചയായിട്ടും അങ്ങയുടെ സാന്നിധ്യം വീണ്ടും ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രാർത്ഥനയോടെ അങ്ങക്ക് ഞാൻ KHNAയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ GK പിള്ള അവരുകളുണ്ട്. അദ്ദേഹത്തെ 1 മിനിറ്റ് നന്ദി പറയാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ എവരിബഡി. നമ്മൾ 1 മണിക്കൂറോളം രാമായണം മാത്രമല്ല നല്ല പ്രസംഗങ്ങളും കേട്ട് നമ്മൾ വളരെയധികം ആസ്വദിച്ചിരുന്നു. ഇതിൽ പങ്കുചേർന്ന എല്ലാവർക്കും KHNAയുടെ പേരിലും എൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഇവിടെ ഉള്ളപ്പോൾ പത്മകുമാർ എപ്പോഴും ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഇടയ്ക്ക് കയറിയതാണ്. ആശ്രമത്തിലെ ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്ക് ഇതിനകത്ത് കയറിയതാണ്. എനിവേ, താങ്ക് യു പത്മകുമാർ. എൻ്റെ എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഫോർ എവരിബഡി. താങ്ക് യു. താങ്ക് യു പ്രസിഡന്റ്. പത്മകുമാർജി. നമസ്തേ മഹോദയ. നമസ്തേ. ഇന്ന് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ ഒരുപാട് രാത്രിയായി. ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അറിയാം വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും എനിക്ക് കുഴപ്പമില്ലായിട്ടില്ല. നാളെ രാവിലെ ഇവിടെ മുഴുവൻ ദിവസവും ഇവിടെ രാമായണ പാരായണാണ് വീട്ടിൽ വെച്ചേ. ഓക്കെ. താങ്ക് യു വെരി മച്ച്. കുഴപ്പമില്ല. ഉണ്ണികൃഷ്ണൻ സാറിനെ കാണാൻ പറ്റിയത് വലിയൊരു സൗഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. വളരെയധികം സന്തോഷം. എപ്പോഴെങ്കിലും നേരിൽ കണ്ടൊന്ന് നമസ്കരിക്കണം എന്നുണ്ട് രണ്ടാളെ. സുകുമാർജി, ഞാൻ പരിചയപ്പെടുത്തി കൊടുത്തോളാം. സുകുമാർജി, ഓ നമസ്കാരം. നമുക്ക് പറ്റുമെങ്കിൽ KHNAക്ക് സാറിനെ വിളിക്കണം കേട്ടോ. KHNAക്ക് നിങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാണ്. ഉണ്ണികൃഷ്ണൻ സാറിന് ഒരു പ്രേരണാ കുറ്റം കൂടി ഉണ്ട് കേട്ടോ. സൗന്ദര്യലഹരി വായിക്കാനും അത്യാവശ്യം ഒന്ന് നോക്കാനും പ്രേരിപ്പിച്ചത് അങ്ങാണ്. അപ്പൊ അതിന്റെ ഒരു പ്രേരണാ കുറ്റത്തിനും കൂടെ ഒന്ന് ഏറ്റെടുക്കണം. അവിടുത്തെ പരിപാടിക്ക് വേണ്ടി ഉണ്ണികൃഷ്ണൻ സാറിനെ നമുക്ക് വിളിക്കണം. യാതൊരു പ്രശ്നമില്ല. വരുമ്പോ ഞാൻ കാണാം. ഞാൻ നാട്ടില് മിക്കവാറും ഒന്നിലെ രഥയാത്രയുടെ തുടക്കം അല്ലെങ്കിൽ ഞാൻ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നാട്ടിൽ വരും. തീർച്ചയായിട്ടും സാറിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ആവശ്യമാണ്. അത് നമ്മൾ നേരി കണ്ട് വേണ്ട ചെയ്യാം. ഓക്കെ, നമസ്തേ. ഡോക്ടർ സുകുമാർജി, നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? കണ്ടിന്യൂ ചെയ്യാം. ആയിക്കോട്ടെ. നമുക്ക് റെക്കോർഡ് ഉള്ളത് കൊണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് സൈൻ ഓഫ് ചെയ്യാം. പക്ഷെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ.
last time we stopped at the beginning of war in Lanka, and today we continue that Yuthagandam with the time when Ravana enters the battlefield. When Ravana enters the battlefield, the whole scene changes, because obviously the fight is going to be much more fierce, and also so many other characters are also coming into the battlefield. So in his 20 hands, he wielded different type of weapons, and his movement was like a movement of a mountain, blue in color, on wheels. Most of the warriors available in Lanka followed him, and a major initiative was going to happen in the battlefield. So Rama asked Vibhishana, who are those warriors? Give me an indication of what are they capable of, and what, who are they, and what are their prowesses. So I'm not going to detail all of them, but Vibhishana pointed out some of them. Oh, look at that Akambana. He is bright yellow, sitting on the elephant and carrying a bow and arrow. The guy who is on the chariot with the insignia of a lion is Ravana's son Indrajit, and so on and so forth. So many asuras, so many rakshasas were coming into the battlefield, and Rama took a resolve, saying that I will kill that 10-headed rakshasa and quench my anger. Rama declared. And then Rama took his bows and arrows and started fighting the Rakshasas. And Lakshmana took Rama's permission to continue with to start the fight. And they both charged against the Rakshasas. And when Hanuman saw Ravana sitting on the chariot, he jumped onto the chariot and then started threatening him. And Ravana said, yeah, I know you, because I know what you are capable of. So Hanuman said, you are the first one. To Hanuman, he said, you are the first one to show up in Lanka, and we let you go. That is the reason why you are back here. So I know what you are capable of, and I will also make sure that your end is in in Lanka. And Ravana beat Hanuman once, and that made him, fall unconscious. But he was rescued by Neela, and so many fight occurrences happened. And Lakshmana cut off Ravana's bow, and Ravana fell down. And also Rama was able to break his chariot, and Ravana stood there without his weapon. Immediately, Rama went there and said, looks like you are too tired and upset. Go home and take rest for the day. I will give you another chance to fight with me. Come refreshed tomorrow, and we will continue our fight. So look at Rama's compassion. He didn't want to kill the guy who didn't have any weapon. He said, come back tomorrow, and then I will fight with you, and then do it properly. And Ramo Vigrahavan Dharma, as Dr. Unnikrishnan sir said, he was all for Dharma. And he said, now I'm going to call Kumbhakarna to continue the fight, because all my warriors are not that capable. So let me bring Kumbhakarna. But Kumbhakarna, as you know, has a problem, because he sleeps for 6 months, and then he had just started his sleep. So if you wake him up, he will he won't like it, and he will be outraged. But somehow Ravana convinced some of his orderlies to wake him up, and that's what they did. They used all kinds of methods to wake him up, pouring water into his ears and bringing all kinds of food material for him. So he woke up, and then he went to Ravana and said, I know what you want. But I'm as a brother, I'm supposed to help you. But make sure that you are doing the right thing, because you might have been advised by some of the bad advices, because you are going to fight with Rama, and Rama is none other than the Paramatma, and also you don't have a chance. You don't stand a chance against Rama. So desire is the root cause of all problems in the world. So he started doing a major sermon, almost a Vedantic discourse given to Ravana.
But at the end of it, hearing the wise words of Kumbhakarna, Ravana was outraged, and he said, I did not wake you up to get your sermon. You may go back and continue your sleep if you are not going to help me. But Kumbhakarna said, as a dutiful brother, I'm going to help you. And he jumped up with a roar and got ready to fight. And that roaring sound itself, that was too much for the vanaras, for the monkeys, and they started running hither and thither. And they said he's reaching the sky, and he looks like a moving mountain. And Vibhishana went and said, he's my elder brother. But he said terror even to Devas. But then he is a very, very intelligent guy. But what Vibhishana did was he went and prostrated in front of Kumbhakarna and said, brother, I'm helpless. I have to support Rama, because I tried to give some proper advice to Ravana, but he wouldn't listen. Then Kumbhakarna blessed him and said, you continue to serve your master, who is Rama, and that is the right thing to do. But I'm going to fight. As part of Ravana's army, I'm going to fight. So he picked up a huge mountain and attacked Rama, and it was stopped by Rama's arrows. And Rama used the Indrastram for that. And Rama cut off his legs, cut off his hands, and then Kumbhakarna's head fell at the gate of the city when Rama filled his mouth with a whole bunch of arrows at the same time. So Kumbhakarna was killed by Rama. And suddenly sage Narada came and started extolling the virtues of Rama, said, you have done the unbelievable work by killing Kumbhakarna, and your next duty is to kill Ravana. And then he was also giving a great stuti, and that Narada stuti is something which we can all chant as a stuti of a daily chant also. And what Narada was telling, may I be allowed to sing your glory and wander around in the world. And as long as your name is there, let me sing your glory. That's the only thing I want. Now, he said, you are destined to kill Ravana, and Lakshmana is destined to kill Meghnada or Indrajit. Then came Adhikaya, another son of Ravana, and then he was also killed in the fight. And they had to use Brahmastra to kill him. And then comes Indrajit, the elder son of Ravana. And Ravana is also, Indrajit also known as Ravani. And he was a great fighter. He could even win over Indra, and that's how he got the name Indrajit. And he was a very, very good warrior. And when the other brother of Indrajit, that is son of Ravana, was killed, Ravana started sobbing. So Indrajit came and said, he prostrated in front of his father and said, do not worry, I'm here. I will go and kill the two men and their Vanara army and make you happy. So I will kill your enemies. So do not be worried. So you can rest here in the palace. So before the fight, Indrajit went and sought advice from his guru, and he said, do a yajna, do a special ritualistic puja for Lord Maheswara, Lord Shiva, and then that will make you invincible. So that's what he did. He went and did a great ritual in the Gumbara, and after the yajna, he went to the battlefield and started shooting arrows at Vanaras, and then he was very successful in many, many things. And Vanaras, ran all around, and suddenly Indrajit was able to shoot Rama and Lakshmana successfully. Because of the ritualistic puja and the effect of the puja he had, the blessings of the puja he had, he was able to make these two great warriors unconscious, and then they were lying in the battlefield.
And immediately what Indrajit did was he went and declared, we won the battle for the day. And he started boasting in front of his father. And Ravana was happy for the win for that particular day. And as he walked, he spotted Vibhishana. And then he said, Vibhishana, you are my uncle, but still you are working for the enemy. Again, since Lakshmana and Rama both were unconscious, Jambava and also so many Vanaras were lying in the battlefield. Some are some semi-conscious, some are dead. So Jambava walked around and then he started looking for Hanuman. Where is Hanuman? Where is Hanuman? You see, if he's alive, call me, because it was dark as well. So Jambavan went around and said, is Hanuman alive? So Sugriva asked, why are you asking for Hanuman? I have a great work for him, because Hanuman is the only one who can accomplish this. So Jambavan got hold of Hanuman, and he advised Hanuman, you must cross the ocean and pass several mountains, cities and villages and reach the mountain in Himalayas. And in that Himalaya, you can find some special medicine. There are 4 types of medicines are there. And you have to bring those medicinal plants and bring it here so that we can wake these great men, Rama, Lakshmana, and also so many Vanaras who were fighting for the great cause. So the 4 names of the medicine those are important: Vishal Karani, Santana Karani, Suvarna Karani, and Mrida Sanjeevani. So Hanuman got this advice from Jambavan, and then he started flying all the way, crossing the ocean and also crossing the continent of Bharat, and he reached the mountain on top of Himalayas. And as soon as Ravana heard about Hanuman going all the way to get this Mrida Sanjeevani, the special medicinal plant, he wanted to stop him. So what he did was very similar to what he did with Marichan. He had another confidant. He was a relative, Kalanemi. And he went to Kalanemi and said, I need your help for now. And Kalanemi also tried to tell him, do not get involved in Rama's affairs, because that is going to cause death for you and your clan. But then Ravana insisted, and Kalanemi was very good in disguise and magical trick. And he insisted, and Kalanemi decided, yeah, it is better to get killed by noble people rather than this wretched fellow Ravana. So he decided to go to the mountain, and in the mountain top, he built an ashram, a very beautiful ashram, and he was the main sage of the ashram, he pretended. And when Hanuman came there, Hanuman could not distinguish between the particular herbs that are actually medicinal. So he was there. He wanted to take a drink of water, and then suddenly he saw this sage. Kalanemi was there as a sage, and he said, "Oh, why don't you wait here and then take rest, and then maybe you can sleep, and then tomorrow you can take the medicine, and I will show you where the medicine is." And then his ploy was to stop him and also delay his mission. And when Kalanemi gave him a kamandalu or a flask full of water, he said, I'm so tired. I need much more water than this. So Kalanemi directed him to a stream, and in the stream he started drinking water, and suddenly a crocodile came up and then started attacking Hanuman. But then Hanuman, in one stretch, Hanuman was able to kill this crocodile. But immediately after the death of this crocodile, the crocodile turned into a celestial, and she said, I'm actually a celestial. I am here because of a curse. And then my redemption from the curse was
when somebody like you, Vanara, comes and then hits me and then give me moksha, I will go back to my stage. But then now, guess what? That Kalanemi, that sage you met there, who gave you some water, he is actually Kalanemi. He's a Rakshasa, and he needs to be killed. Otherwise, they will stop you from this particular mission. So Hanuman went and talked to Kalanemi, and then without delay, he was also sent to Yama's abode. That means he was killed. So Hanuman went and searched for the medicinal plant, and suddenly he looked around and he could not find it. So in that outrage, he picked up the whole mountain and then held it in his one hand and started flying back to Lanka. And he reached Lanka, and as soon as the waft of the medicine came to Lanka, in the battlefield where the Vanaras and Rama Lakshmana were lying down, as soon as the waft came in, they were awake, and they regained consciousness. And then Rama asked Hanuman to take this mountain back where it was, and Hanuman flew back with the mountain and reinstalled the mountain back in Himalayas. So all the Vanaras were enlivened, but the Rakshasa bodies were thrown into the sea, and that's why they were not redeemed, or they were not they didn't regain their life. Now Ravana came to know about this, and then Indrajit was also upset, and Indrajit said, I'm going to make a big trick on these people. So Indrajit was very good in magic trickery and also black magic. So what he did was he created a Maya Sita and cut her head off in front of the Vanaras. And Vanaras, and including Hanuman, saw this, and then they ran to Rama and said, Indrajit killed Maya Sita. Not Maya Sita, Sita, they said. But immediately after coming to know about this, Sugriva clapped his hands and said, these monkeys, they can do all kinds of they don't know anything, because this Ravana's son Indrajit is so capable of doing all the magic, and then it is his magic, and Sita Devi cannot be killed by a Rakshasa. So Rama was again consoled, saying that we should be continuing the fight. Now comes the killing of Indrajit, and the Indrajit was destined to be killed by Lakshmana, and Lakshmana was about to kill him, but Indrajit wanted to do another yajna, but then he was not able to complete the yajna, the ritualistic puja. So Lakshmana was able to kill him using some specially blessed arrow, and then Indrajit was dead. And Ravana was wailing. He could not control his emotions, because his eldest son, his next in line for the kingdom, he was also dead. And the cause of Indrajit's death is Sita, and he said, I'm going to go to the garden where Sita is there, and Sita is the reason for all the deaths in my family, so I'm going to kill her. So he took his Chandrahasa, his special sword, and went to the garden, and about to kill Sita. And then Suparsya, one of his ministers, said, this is quite unbecoming of a great king like you. You don't kill women, because killing a woman is a great sin, and also you are not supposed to do it, and you are a Vedajna, the person who is an erudite scholar of all the Vedas, and how come you have this kind of negative thoughts of killing a woman? That is so unbecoming of you. So
Ravana returns back to his palace, and then he sought advice from Shukra. Shukra is the guru of Ravanas and Rakshasas. And Shukra said, go and do a great yajna, a ritualistic puja for yourself and for your country. And then if you are able to complete that yajna properly without any disruption, you will be invincible. So Ravana goes there, and then Ravana does all what is possible to cover this yajna, even without anyone else seeing the smoke from the yajna fire. But somehow the monkeys got wind of it, and then they went there, and they were able to disturb and stop him from completing the yajna. And actually the monkeys went there, and they made all kinds of havoc there, including the Ramayana says, including molesting Mandodari, the wife of Ravana. And Mandodari started yelling out, crying, what kind of husband are you? Because you are letting your ego destroy and also disturb your own wife. And where is your pride? You are a king, and where is your pride? You are not even able to protect me. And that was another insult Ravana had. And Mandodari also says, even now you have a chance to redeem yourself. Go and go to Rama and give Sita back to him, and surrender unto him. But then Ravana said, no, this is my duty. I'm going to fight, and there is no use in me living after causing the deaths of my brothers, sons, and confidence, and so many of my armies. And he also says, if I get killed by Rama, you also jump into the fire, and then do not be a captive one in your enemy's camp. And now goes Rama-Ravana battle. And Rama-Ravana battle was a very fierce one. And in Ramayana, it goes into several pages. And then every step of the way, you can see a lot of strategic moves and a lot of warfare, information is there. And finally, Rama's arrow was able to kill Ravana. And there, as I said, there are lots of explanations on the war, the fighting, how the arrows were, and then how he was able to cut every one of his heads. And finally, he fell down. And when he fell down, Vibhishana came, and Vibhishana, although he was in the camp of Rama, Vibhishana felt bad because Rama was his elder brother, and Rama asked, do all the rituals, all the final rituals for Ravana, and he was a noble soul. No matter what kind of arrogance he had, he was a noble soul. And because of that, he deserves to be buried with the proper rituals and proper respect. And just before that, before killing Ravana, Rama got some assistance from sage Agastya, and that is where we have the special chanting of Sandapana Sagaraya Namo Nama, that Aditya Hridaya mantra, singing what Sukumar ji did the other day. So after Ravana's burial, or the ritual in which Ravana was cremated, and proper ritual, proper respects were given, and Rama asked Vibhishana to do all the necessary arrangements for disposing or cremating Rama's body. After the war, Rama meets with Sita, and Sita was, the Vanaras Hanuman went to Sita and informed her of the war and how Ravana was killed and all those. And then the Vanaras and Sita came back, and Rama actually pretending to be outraged,
because in Vatmiki Ramayana, he says, I came here only to rescue, only to take, or only to avenge the kidnapping of my wife. And then I don't have anything to do with you. You know, that was the kind of speech he had at that time with Sita. In Adhyatma Ramayana, Sita voluntarily jumps into fire, and then the fire did not affect her, and then that way she was able to prove her innocence or prove her purity in front of the world, and Rama accepted Sita. And at that time, all the Vanaras and Vanaras were very happy to see Mother Sita. And Indira came, and Indira did a great stuti. Indira extolled the virtues of Lord Narayana, Rama, and then and he also asked Rama to bless these monkeys. What he asked was, you must make the Vanara warriors died in the battle to live again. And also he requested, when the monkeys drink a water, that water must be sweet. They should feel that the water is sweet. And any fruit they bite upon, they should feel that it is sweet. So the Vanaras can eat almost all fruits, and they can drink all kinds of water because of the blessing given by Rama at the behest of Indira. And Lord Shiva came to see Rama, and he was on the sky. And along with Lord Shiva, Dasharatha also came from the Pitraloka. Dasharatha came, and Dasharatha embraced Rama and Lakshmana. He was very pleased with the accomplishment of Rama, his favorite son. Now the time is up for them to travel to Ayodhya. And in Ayodhya, as you know, Bharata was he was counting the days when to see Rama return. And Rama knew that he has to be there on the exact day of finishing the 14 years of exile. So he said, right away we have to leave. Then now the Pushpaka Vimana, the aeroplane owned by Ravana, is under the command of Vibhishana. So Vibhishana said, okay, this great Vimana is there, so let us travel to Ayodhya using this Vimana. So number of Rakshasas and Vanaras also got on along with the Sita, Lakshmana and Rama, and then they traveled. And on the way, Rama showed Sita various places below where they did the dike, where they constructed the dike, and where they lived, and where the ashramas of different sages and all those. So Rama was a very good tour guide for Sita, and they flew down to Nandigrama, where Bharata was waiting for Rama to return. And in between, they also stopped in Kishkinda, and Sita said, I know the pang of separation. So bring all the Vanara ladies into this plane, and then let them also come to us, to Ayodhya, so that they can join with their husbands. So the Vanara ladies also got into the plane, and then they reached the Nandigramam, where Bharata was keeping Rama's padukas, Rama's sandals. And then Rama's sandals were on the throne, and Bharata was doing all the governance of the country. And as soon as Bharata met Rama, he prostrated in front of Rama, and he gave a very, very small report. And that report was complete in all aspects. What Bharata said was, I have kept your country so prosperous that the army is tenfold, and the storage of weapon storage is also tenfold, and our treasury is full of money. So I have kept your country prosperous and well, and then now it is time for you to take over the country.
And then Rama said, yes, I'll do that. I will do the needful for the country. And also he thanked, and also they all got ready to conduct the Abhisheka, Raja Abhisheka for Sri Rama. That is crowning of Rama as the king of Ayodhya, king of Ayodhya. And Hanuman and Bharata, they were actually, Bharata was very happy to see Sugriva also, because Sugriva was instrumental in finding Sita, and also the war was also held properly because of the help with Sugriva and Vibhishana. So they were all given all kinds of gifts. And Bharata also called Sugriva as you are the fifth brother in the family. So they were enthralled. The citizens of Ayodhya was so happy, and they all saw these two victorious princes of their country coming back from Lanka, and the big celebration started to conduct all the coronation of Rama. And the coronation of Rama was witnessed by the celestials and all kinds of sages and the Vanaras and the Rakshasas, and so many people were there gathered. And then the citizens were so happy. And Bharata requested Sugriva to officiate the coronation, because Sugriva was the king of Kishkinda, and they brought water from all different seas, and then conducted the ceremony royally. And Rama blessed Vanaras and also Rakshasas. And Hanuman, he had some difficulty in going away from the presence of Rama, but then he was blessed by Rama as well as by Sita, because Rama gave Sita a big garland made of gold and precious stones, and then asked Sita, "Whom will you give this great mala garland?" She said, "Hanuman is the most worthy of everyone in this gathering." So she gives the great gift to Hanuman, and then everyone leaves, and Rama's kingdom thrives because the Rama was the epitome of dharma, and with dharma, everyone behaved with their senses under control, and Rama looked after his subjects as a father would look after his children, and that is the Rama Rajya. Rama Rajya, that is the ideal kingdom for anyone to even imagine. And that is the beauty of Ramayana, where the Rama Rajya is the hope and expectation for all people who read Ramayana. And there are lots of benefits by reading Ramayana. The results of reading Ramayana is something, and it's a noble scripture narrated by none other than Lord Shiva himself, and that can win over fear of death. And by reading and contemplating on Ramayana, one will attain moksha. And those who want some physical comfort and physical needs, those who want to be wealthy, he will be wealthy. Those who want to beget a son, he will get that. And those who want to be free from afflictions of life, he will get that. And finally, those who want to have moksha, Ramayana is going to give you that. And with that noble words, Lord Shiva narrated the story of Ramayana, and Parvati Devi, Mother Parvati, was so happy listening to this noble story of Rama. And so sang the parrot, and the parrot was so happy having completed the Ramayana. Ramaya Ramachandraya Ramabhadraya Vedase Raghunathaya Nathaya Sitaya Pataye Nama Yatra Yatra Raghunatha Kirtanam Tatra Tatra Kritamastakhanjalim
പഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ജയ് ശ്രീ സീതാരാമചന്ദ്രജി കി ജയ്. ജയ് ശ്രീ ആഞ്ജനേയ സ്വാമിജി കി ജയ്. സദ്ഗുരു കി ജയ്. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. I want to express my happiness and thank you to all for having listened to me, and excuse me for all these shortcomings, and I submit my few words unto the feet of all the devotees of Rama. Hari Om. Shri Gurubhyo. താങ്ക് യു സുകുമാർജി. വളരെ നന്നായിട്ട്, വളരെ മനസ്സിലാകത്തക്ക ഭാഷയിൽ നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അങ്ങേക്ക് സാധിച്ചു. ജഗദീശന്റെ കടാക്ഷം അങ്ങേക്കും കുടുംബത്തിനും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമ്മള് സമയം അല്പം വൈകി, നമുക്കിന്ന് വൈൻഡപ്പ് ചെയ്യാം.